പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി. ഒരു നിമിഷം കണ്ണടച്ച് കാര്യങ്ങൾ നെഞ്ചോട് ചേർത്ത് വെച്ചുകൊണ്ട്
എന്റെ പേരിന് കാരണമായ മാമോദിസയിലെ എനിക്ക് ഏൽപ്പിച്ചു തന്നിട്ടുള്ള വിശുദ്ധന്മാരെ വിശുദ്ധരെ ഓർക്കാം. എന്റെ കാവൽ മാലാഖയെ ഓർക്കാം. രാത്രി മുഴുവനും എനിക്ക് കൂടിയിരിക്കുന്ന പകൽ മുഴുവനും രാത്രിയില് പകലുള്ള അസ്ത്രങ്ങളെയും പൈശാചിക ശക്തിയെയും ഭയപ്പെടാതിരിക്കാൻ കാത്തിരിക്കുന്ന കാവൽ മാലാഖമാരെ നമുക്ക് ഓർക്കാം. അവരെ ക്ഷണിക്കാം. ഇരിക്കുന്ന മണിക്കൂർ ഈശോയോട് ചേർന്നുകൊണ്ട് എനിക്ക് അനുഗ്രഹം പ്രാപിക്കുവാൻ, എന്റെ കുടുംബം അനുഗ്രഹിക്കപ്പെടുവാൻ, എന്റെ ഭവനം അനുഗ്രഹിക്കപ്പെടുവാൻ, എന്റെ മക്കൾ അനുഗ്രഹിക്കപ്പെടുവാൻ, എന്റെ സ്ഥാപനം അനുഗ്രഹിക്കപ്പെടുവാൻ, ഞാൻ അനുഗ്രഹിക്കപ്പെടുവാൻ, എന്നെ കാണുമ്പോൾ മറ്റൊരുവൻ കർത്താവിന്റെ മകനാണ്, ക്രിസ്ത്യാനിയാണ്, അനുഗ്രഹിക്കപ്പെട്ടവനാണെന്ന് എന്നെ കാണുമ്പോൾ മറ്റൊരു വന്നു ചേരണം. അതിനു വേണ്ടിയിട്ട് ഞാനൊരു പ്രാർത്ഥന തൊഴിലാളിയായിട്ട് ജീവിതകാലം മുഴുവൻ നടക്കേണ്ടവനല്ല. തായോ എന്ന് ചോദിച്ചു നടക്കേണ്ടവനല്ല. അധികാരത്തോടു കൂടെ നിൽക്കേണ്ടവനാണ്. കർത്താവ് വാഗ്ദാനം തന്നതാണ്. ആ കർത്താവ് നമുക്ക് ഓർക്കാം. കർത്താവിന് എനിക്ക് വാഗ്ദാനം തന്നിട്ടുണ്ടല്ലോ. നിനക്ക് ഇഷ്ടമുള്ളോ ചോദിക്കുക, ഞാൻ നിനക്ക് തരാമെന്ന് വാഗ്ദാനം ചെയ്ത കർത്താവിനെ നമുക്ക് കാണാം. മനസ്സിലേക്ക് കൊണ്ടുവരാം. കർത്താവേ, ഇന്നേ ദിവസം എന്നെ അനുഗ്രഹിച്ചിട്ടല്ലാതെ ഭവനത്തിൽ തന്നെ പറഞ്ഞയക്കരുത്. അങ്ങനെ കൂടെ വരണം. ഈശോയെ എനിക്ക് ഏൽപ്പിച്ചിരുന്ന പിതാവായ ദൈവത്തെ ഓർക്കട്ടെ. പിതാവേ, സ്വർഗത്തിൽ ഇരുന്നുകൊണ്ട് ഞങ്ങളെ കാണുന്നുവെന്ന് അവിടുന്ന് വചനത്തിൽ പറഞ്ഞിട്ടുണ്ട്. എന്റെ പിതാവിനാൽ ആകർഷിക്കപ്പെടാതെ ഒരുവൻ പോലും എന്റെ അടുത്തേക്ക് വരുന്നില്ല. വചനത്തില് സാക്ഷ്യപ്പെടുത്തി, എന്റെ പിതാവേ, അങ്ങ് എന്നെ പുത്രനിലൂടെ ആകർഷിച്ചുകൊണ്ട് ഞാനിവിടെ വന്നു. 2 or 3 പേര് കൂടുമ്പോഴേ അവരുടെ മധ്യേ ഞങ്ങൾ ഉണ്ട് എന്ന് വാഗ്ദാനം ചെയ്തു. ഞങ്ങൾ ക്ഷണിക്കുന്നു. പരിശുദ്ധാത്മാവായ ദൈവമേ, എവിടെയെല്ലാം അടയാളങ്ങളും അത്ഭുതങ്ങളും നടക്കുവാൻ ഈശോയ്ക്ക് കൂട്ടായിട്ട് വന്നിട്ടുള്ള പരിശുദ്ധാത്മാവിനെ ഞങ്ങൾക്ക് തരുമെന്നും അവൻ നിങ്ങളെ നയിക്കുമെന്ന് വചനത്തിൽ അവൻ വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. ആ പരിശുദ്ധാത്മാവിനെ ഞങ്ങൾ ക്ഷണിക്കുന്നു. ഒരു നിമിഷം നമുക്ക് ഇവരെ 3 പേരെയും ഓർക്കാം. എവിടെയാണ് സ്വർഗം? ഈ 3 പേരും ഇറങ്ങി വന്നിരിക്കുന്ന സ്ഥലം സ്വർഗമാണെന്ന് വചനം പറയുന്നു. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവിനെയും ആ പുത്രനായ യേശുവിനെയും പിതാവായ ദൈവത്തെയും ഇന്ന് ഈ ഭവനത്തിൽ ഇറങ്ങി വന്നുകൊണ്ട് നമ്മുടെ ഭവനങ്ങളിലേക്ക്, നമ്മളാകുന്ന സ്ഥലങ്ങളിലേക്ക്, തൊഴിൽശാലകളെല്ലാം സ്വർഗമായി തീരുവാൻ അവിടേക്ക് ക്ഷണിച്ചുകൊണ്ട് ഒരു നിമിഷം സ്തുതിക്കാം. ഹല്ലേലൂയ. നിന്നതല്ല നാം
വചന പ്രഘോഷണമാണ്, വചനം പറയാനാണ്, വചനം പഠിപ്പിക്കാനാണ് പഠിക്കേണ്ടത്. ചില കാര്യങ്ങളൊക്കെ നമ്മൾ സംസാരിക്കുമ്പോൾ അതുകൊണ്ട് എന്നെ കാണാത്തതും അറിയാത്തതുമായ കുറച്ച് പേരെങ്കിലുണ്ടാവും. അവരോട് എന്നെ കുറിച്ച് ചെറിയ ഒരു ആഗ്രഹം കൊടുക്കാനായിട്ട് കർത്താവ് ഞാൻ കണ്ടിട്ടുള്ള ഇവിടെയുള്ള മക്കളെ കർത്താവ് എങ്ങനെ അനുഗ്രഹിച്ചു എന്ന് ചെറുതായി പറയുവാൻ മാത്രമാണ് ഇവിടെ വന്നിട്ടുള്ളത്. വചനത്തില് നമ്മൾ എപ്പോഴും കാണുന്നതാണ്, അനുസരിച്ചാൽ നീ അനുഗ്രഹം പ്രാപിക്കും. ഹല്ലേലൂയ. അനുസരിച്ചാൽ നീ അനുഗ്രഹം പ്രാപിക്കും. അനുഗ്രഹം പ്രാപിക്കാനുള്ള വഴികൾ അന്വേഷിച്ച് നടന്ന ഒരു കാലഘട്ടം എനിക്കുണ്ടായിട്ടുണ്ട്. അനുഗ്രഹം പ്രാപിക്കാൻ എന്ന് പറയാൻ കാരണം എന്താണെന്ന് അറിയോ? അന്ന് ഞാൻ ചിന്തിച്ചിരുന്ന അനുഗ്രഹം എന്ന് പറയുന്നത്, എനിക്ക് ചുറ്റും നോക്കുമ്പോൾ അതായത് എൻ്റെ അമ്മയുടെ കുടുംബമൊക്കെ വളരെ വലിയ സാമ്പത്തിക ശേഷിയിലും വലിയ രീതിയിലാണ്. എനിക്ക് ചുറ്റുപാടുമുള്ളവര് വലിയ രീതിയിൽ. അപ്പൊ ഞാൻ എന്താ ഉദ്ദേശിക്കുന്നത്, അനുഗ്രഹിക്കണം, അല്ലെങ്കിൽ എനിക്ക് വലിയ സമ്പത്ത് ലഭിക്കണം. ലോകത്ത് കാണുന്ന വസ്തുക്കള്, സമ്പത്ത്, അല്ലെങ്കിൽ സ്വർണം, വാഹനം, സുഖമായ യാത്രകൾ, അല്ലില്ലാത്ത ജീവിതം, ഒരു ബുദ്ധിമുട്ടില്ലാത്ത വൈകുന്നേരങ്ങള്, അല്ലെങ്കിൽ ഭക്ഷണ ക്രമീകരണങ്ങൾ, ഇതൊക്കെയാണ് സന്തോഷവും അല്ലെങ്കിൽ അനുഗ്രഹിക്കപ്പെട്ട അവസ്ഥ എന്ന് ചിന്തിച്ചിരുന്ന ഒരു കാലഘട്ടം എനിക്കുണ്ടായിട്ടുണ്ട്. ഞാൻ മുമ്പ് എന്നെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടല്ലോ, അങ്ങനെ ഞാൻ പറയുന്നില്ല. അപ്പോൾ ഞാൻ ഇങ്ങനെ ഈ അനുഗ്രഹത്തിന്റെ പിന്നാലെ അന്വേഷിച്ച് നടന്നപ്പോൾ ഞാൻ ആദ്യം എത്തിപ്പെട്ടത് കർത്താവിന്റെ അടുത്തല്ല. എവിടെ പറയും, ഞാൻ പോയിട്ടില്ല, പക്ഷെ അതിനെ കുറിച്ച് അന്വേഷിച്ച് അറിഞ്ഞു. ആനാടി ചാത്തമാണ്. അപ്പൊ വിചാരിക്കും എന്താണ് അങ്ങനെ ചിന്തിക്കാൻ കാരണം ഞാന് പ്രാർത്ഥനയൊക്കെ നടന്നിട്ട് വലിയ ഗുണങ്ങളൊന്നും കാണുന്നില്ല. അപ്പോ വഴിയിൽ വെച്ച് ഒരാൾ എന്നോട് ഇങ്ങനെ പറഞ്ഞു, നിനക്ക് അനുഗ്രഹം കിട്ടണമെങ്കിലേ നീ കർത്താവിനെയൊക്കെ ഉപേക്ഷിക്കും. നീ ഇത്ര നാൾ പ്രാർത്ഥിച്ചിട്ടൊന്നും കിട്ടിയില്ലല്ലോ, നിനക്ക് പെട്ടെന്ന് അനുഗ്രഹവും സമ്പത്തും, നിന്റെ വീട്ടിലെ പ്രശ്നങ്ങൾ, കുറച്ച് കഴിക്കാൻ പറ്റി കുറച്ച് പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും, ഇതൊക്കെ നിൽക്കാനായിട്ട് എളുപ്പത്തിൽ ഒരു പരിപാടിയുണ്ട്, അല്ലെങ്കിൽ പെട്ടെന്ന് നടക്കാവുന്ന പ്രാക്ടിക്കൽ ആയിട്ടുള്ളത്. ഈ സാധനത്തിന് നിങ്ങൾ ആരാധിക്കണം, പൂജിക്കണം. അപ്പൊ ഞാൻ അവനോട് ചോദിച്ചു, അതെന്തുകൊണ്ടാണ് അങ്ങനെ പറയണേ? അപ്പൊ എന്നോട് പറഞ്ഞു, എന്നെ കാണിച്ചൊന്നു ഞാൻ കുറച്ച് കാണാം. ചില വ്യക്തികളും ചില വീടുകളും ഒക്കെ എന്ന് പറഞ്ഞില്ല, ഇവരെല്ലാം പള്ളിയിൽ വരുന്നില്ലേ, ഉണ്ട്, അവർക്ക് എന്ത് അനുഗ്രഹം. എന്നാൽ ഇവരെല്ലാവരും ഇങ്ങനത്തെ സ്വാധീനങ്ങൾ ശാരീരിക പ്രാർത്ഥന നടത്തുന്നുണ്ട്. ഞാൻ അങ്ങനെ ചിന്തിച്ചു. അപ്പോ പ്രാർത്ഥിച്ച് പ്രത്യേകിച്ച് കാരണമില്ല, സമാധാനമാണ്, എല്ലാ ബുദ്ധിമുട്ടിലൂടെ കടന്നു പോകണം എന്നൊരു കാര്യം ചെയ്യും.
ഇതെന്താണെന്ന് അറിയാം, എന്താ കാര്യം. എന്നാലും ഞാൻ ആത്മാർത്ഥമായി ചിന്തിച്ച് എന്റെ 2-ാം ദിവസം എന്റെ വീട്ടിൽ വരുന്നത് വചനോത്സവമാണ്. ഒരു പ്രായ സ്ത്രീ വന്നിട്ട് അമ്മയ്ക്ക് കൊടുത്തോന്ന് പറഞ്ഞിട്ട് ഒരു പുസ്തകം ചുരുട്ടിന്റെ കയ്യിൽ തന്നിട്ട് പറഞ്ഞു, ഇത് അമ്മയ്ക്ക് കൊടുക്കാൻ പറഞ്ഞു. അപ്പോ ഇത് തുറന്നു നോക്കി കഴിഞ്ഞാൽ ഈശോഭാവനത്തിന്റെ നാട് അങ്ങനെയാണ് അത് അന്ന് എഴുതിയത്. അറിയാം, ബ്ലാക്ക് ആൻഡ് വൈറ്റിലുള്ള ഇതുണ്ട്. ഞാനത് അമ്മയ്ക്ക് കൊടുത്തു. പക്ഷെ അമ്മ അത് കണ്ടിട്ട് ഫോട്ടോ ആ സമയത്ത് ഇഷ്ടപ്പെട്ടു. അതായത് അമ്മ ഇങ്ങനെ സമാധാനം അനുഗ്രഹം അന്വേഷിച്ച് നടക്കുന്ന ആളാണ്. പക്ഷെ അത് ഞാൻ ചിന്തിക്കുന്ന വഴിയിലല്ല. അങ്ങനെ ഫോട്ടോ ആ സമയത്തിൽ അമ്മ ഇഷ്ടപ്പെട്ടു. അന്ന് 4-5 ആൾക്കാരുള്ള സമയം ആ സമയത്ത് 82 ആളുകൾ. പക്ഷെ അമ്മ അവിടെ ഒരു അനുസരണം നടത്തി. എന്താണെന്നറിയോ, അച്ഛനെന്ത് ചെയ്യാ, 10 നന്മ പറഞ്ഞ് 10 ഹാലലി 3 ഒരു ചീട്ട്. എന്താ പ്രശ്നം ഇതാണ്, ഭർത്താവ് കുടിക്കുന്നത് പ്രശ്നം. ഈ പ്രശ്നം തന്നെ 4 ഹാലലിയെ 3 സ്തോത്രം അല്ലെങ്കിൽ 3 അതിന് പറയണം. ഈ ചുണ്ടുകഷ്ണം കൊണ്ട് ഇത് അമ്മ എല്ലാ ദിവസവും പ്രാർത്ഥിക്കും. അനുസരണമാണ്. അമ്മ എല്ലാ ദിവസവും പ്രാർത്ഥിക്കും. ഇത് ചെയ്ത് മുന്നോട്ട് പോകും. അപ്പൊ ഞാൻ എന്താ വെച്ചാൽ ഈ പേപ്പർ കഷ്ണം എടുത്തിട്ട് ഞാൻ ഇത് 3 അല്ലെങ്കിൽ 4 സ്തോത്രം വണ്ടി എടുക്കും. ഞാൻ അതുപോലെ പറയും. പിറ്റേ ദിവസം വരുമ്പോൾ ഇതല്ല, വേറെയാണ്. ഇങ്ങനെ മാറി വന്നു കഴിഞ്ഞിട്ട് ഞാനിതിങ്ങനെ വായിച്ചു നിൽക്കുന്നത് അനുസരണം ഞാൻ അറിയാതെ എന്നിലേക്ക് വരുന്നത് എനിക്കറിയില്ലായിരുന്നു. പക്ഷെ ഈ വസ്തു ഞാൻ എന്തിലോ വഴിതെറ്റി പോവാൻ പോകുന്നതിന് മുൻപ് കർത്താവ് ആളയച്ച് പിതാവായ ദൈവം പുത്രനിലൂടെ ആകർഷിക്കപ്പെട്ട് എന്നെ ആകർഷിപ്പിക്കാൻ ഒരു വഴി ഉണ്ടാക്കി. ഞാനിത് പറയാൻ കാരണം, ആരംഭ കാലഘട്ടത്തില് ഞാൻ അനുസരിച്ചതല്ല, എന്നെ കൊണ്ട് അനുസരിപ്പിച്ചതാണ്. എന്നാൽ അതിലൂടെ ഞാൻ കടന്നുപോയി. അങ്ങനെ പ്രാർത്ഥനകളിലൂടെ ഒക്കെ കടന്നുപോയി. അതിലൂടെ പോകുന്ന കാലഘട്ടത്തില് പിന്നെ ഇത് കർത്താവിന്റെ വഴിയിലേക്ക് കാലെടുത്ത് വെച്ച് കഴിഞ്ഞാൽ അലപ്പയിൽ വെച്ച് കഴിഞ്ഞതിന് ശേഷം തിരിഞ്ഞു നോക്കാൻ പാടില്ല. അത് കർത്താവിനുള്ളവരല്ല. അപ്പൊ അനുസരണമാണ്. പക്ഷെ ഇത് നമ്മൾ അനുസരണം എന്ന് പ്രതീക്ഷിച്ചല്ല പോകുന്നത്. ഈ ഉൽപ്പത്തിയുടെ പുസ്തകത്തില് 22-ാം അധ്യായം അതിലൊരു അനുസരണത്തിനെ കുറിച്ച് അബ്രാഹം പറയുന്നുണ്ട്. അതായത് അബ്രാഹത്തിനെ കുറിച്ച് പറയുന്നത് അതാണ് പിന്നീട് ഒരിക്കൽ ദൈവം അബ്രാഹത്തെ പരീക്ഷിച്ചു. അബ്രാഹം അവിടുന്ന് വിളിച്ചു, ഇതാ ഞാൻ. അവൻ വിളിപ്പെട്ടു, നീ സ്നേഹിക്കുന്ന നിന്റെ ഏകമകൻ ഇസഹാക്കിനെയും കൂട്ടിക്കൊണ്ട് മോറിയ ദേശത്തേക്ക് പോകുക. അതിന് പ്രകാരം എന്താ പറയുന്നത്, നീ സ്നേഹിക്കുന്ന നിന്റെ മകനെയും കൂട്ടി മോറിയ ദേശത്തേക്ക് പോകുക. അതിനുശേഷമുള്ള നമുക്കറിയാം, മലയിൽ അറുത്ത് പോകുന്നു, അല്ലെങ്കിൽ ബലി അർപ്പിക്കാനാണ് പോകുന്നത്. അതിനകത്ത് ഇപ്രകാരം പറയുന്നു, നീ സ്നേഹിക്കുന്ന നിന്റെ മകൻ അവനെയും കൊണ്ട് മോറിയ ദേശത്തേക്ക്. എന്നെ സ്വാധീനിച്ചൊരു കാര്യമാണ്. ഇങ്ങനെയാണ് പറയുന്നത്, ഞാൻ സ്നേഹിക്കുന്ന എന്റെ മകനെ കൂട്ടി കർത്താവിന് ബലി അർപ്പിക്കാൻ കൊണ്ടുപോകാനാണ് പറയുന്നത്. അവിടെ വെച്ചിട്ട് അതിന്റെ അടുത്ത ഭാഗങ്ങൾ നമുക്ക് കാണാൻ പറ്റും. മുള്ളുകൾക്കിടയിൽ, അതിന്റെ 2-ാം ഭാഗത്ത് നമുക്ക് കാണുന്നതാണ്, മുള്ളുകൾക്കിടയിൽ കെട്ടപ്പെട്ട് കിടക്കുന്ന കുഞ്ഞാടിനെ അവൻ കണ്ടു. ഈ വചനം വന്നു കഴിഞ്ഞപ്പോ എന്റെ മനസ്സിൽ ഇപ്രകാരം ചിന്ത പിന്നീട് വന്നു. മുള്ളുകൾക്കിടയിൽ കെട്ടപ്പെട്ട കുഞ്ഞാട്, ഞാൻ പ്രാർത്ഥിക്കുന്നില്ല, അപ്പൊ ഞാൻ ധ്യാനത്തിന് പോയിക്കാണ്. അവിടെ വെച്ച് മുള്ളുകൾക്കിടയിൽ കെട്ടപ്പെട്ട കുഞ്ഞാട് കിടക്കുന്നുണ്ടെങ്കിൽ നിന്റെ ഉള്ളിലെ ഒരു നന്മ നിന്നെ ഞെരുക്കിയിട്ട് നിന്നിലുള്ള ഒരു വിശുദ്ധി, അല്ലെങ്കിൽ നിനക്ക് മാമോദീസയിൽ നടന്ന പരിശുദ്ധാത്മാവാണ് ഏത് തരത്തിൽ മുള്ളുകളാണ് ഞെരുക്കപ്പെട്ട് അവിടെ കെട്ടപ്പെട്ട് കിടക്കുന്നത്. ബലിയർപ്പിക്കാൻ പോയിരിക്കുന്നത് അബ്രാഹാം പിതാവാണ്. തന്റെ മോനെയാണ്, ഇസഹാക്കിനെയാണ് ബലിയർപ്പിക്കാൻ പോകുന്നത്. അപ്പൊ ഞാൻ ഇപ്രകാരം പിന്നീട് ഞാൻ കാണുന്നത് അനുസരണത്തിന്റെ മറ്റൊരു മേഖലയാണ്. ആ മകനെ മാറ്റിവെച്ച് ഈ കുഞ്ഞാടിനെ എടുത്ത് ബലി അർപ്പിക്കണമെങ്കിൽ നമ്മൾ ഇപ്രകാരം ചിന്തിച്ച് നോക്ക്. ഒരു ആട്ടുംകുട്ടി ഒരു കുറ്റിക്കാട്ടിൽ അല്ലെങ്കിൽ മുറിക്കിട്ട് പെട്ടിട്ടുണ്ടെങ്കിൽ അതിനെടുക്കാൻ പോണെങ്കിൽ അത് മുറിയുന്നതിന് മുൻപ് ഞാൻ മുറിഞ്ഞിരിക്കണം.
ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹല്ലേലൂയ. അതിനെ രക്ഷിക്കുക എന്ന് പറയുന്നത് സാധാരണഗതിയില് വിട്ടുകളയുന്നൊരു കാര്യമാണ്. കാരണം എന്താ, അതിനെ പിടിക്കാൻ പോയി അതിനെ ഒഴിവാക്കാൻ പോയി കഴിഞ്ഞാല് ഞാൻ വളരെയധികം മുറിയേണ്ടി വരും. ഹല്ലേലൂയ. ആദ്യം എന്റെ ശരീരത്തിൽ നിന്ന് ചോര പൊടിഞ്ഞെങ്കിൽ മാത്രമേ ആ കുഞ്ഞാടിനെ രക്ഷിക്കാൻ പറ്റൂ. അപ്പൊ ഈ കുഞ്ഞാട് എന്ന് പറയുന്ന എന്റെ ഉള്ളിലുള്ള എവിടെയോ മുള്ളുകളാൽ, ആസക്തികളാൽ, പിശാചിനാൽ, ദുഷ്ടസ്വാധീനത്താൽ കിടക്കുന്ന ഈ മുള്ളിനെ ഉള്ളിൽ കിടക്കുന്ന കുഞ്ഞാടിനെ പുറത്തിറങ്ങണം. അതായത് പുരുഷന്റെ നന്മയായിരിക്കുക. സാഹചര്യങ്ങളെ കൊണ്ട് ആ നന്മയെ എനിക്ക് പുറത്തിറക്കാൻ പറ്റാതെ സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുമ്പോഴായിരിക്കുക, അല്ലെങ്കിൽ ഞാൻ പോകുന്ന വഴി പല കാരണങ്ങളാൽ എനിക്ക് നന്മ ചെയ്യാൻ ഒഴിവാക്കി പോകുന്ന കാരണങ്ങളാകുന്ന മുള്ളുകൾ. അത് എന്റെ നന്മയെ വിശുദ്ധി കർത്താവുമായിട്ട് ചേർക്കാൻ, കർത്താവിനെ കാണിക്കാനായിട്ട് തടസ്സമായി നിൽക്കുന്ന കുറെ മുള്ളുകളുണ്ട്. പക്ഷെ അത് മുള്ളാണെന്ന് തിരിച്ചറിയുന്നത് എപ്പോഴെന്നറിയോ? അത് എന്റെ ശരീരത്തിൽ പുറത്തേക്ക് എടുക്കുമ്പോൾ, ചോര പൊടിയുമ്പോഴാണ് ഞാൻ അറിയുക അതിന്റെ വേദനയും നീറ്റല്. ഹല്ലേലൂയ. ഈ മുള്ളിനെ ഞാൻ പുറത്തേക്ക് എടുത്ത് കഴിയുമ്പോഴാണ് ഈ കുഞ്ഞാട് സ്വതന്ത്രനാകുക. എന്നിലുള്ള വിശുദ്ധി, എന്നിലുള്ള നന്മ, അല്ലെങ്കിൽ മറ്റുള്ളവരെ സഹായിക്കാനുള്ള അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു നന്മ, ആ നന്മയെ കർത്താവ്, ആ താലന്തിനെ കൊണ്ടുവരാനാണ് കർത്താവ് വചനത്തിൽ നമ്മോട് പറയുന്നത്. ഈ താലന്ത് കർത്താവിനെ ഏൽപ്പിച്ചു കഴിയുമ്പോൾ, ഏൽപ്പിക്കുന്ന എങ്ങനെ, ഇതിന് കഷ്ടപ്പെട്ട് പുറത്തേക്ക് എടുത്തതിന് ശേഷം എന്താ പറയണെന്നറിയോ? ഇതിനെ ബലി അർപ്പിക്കാനായിട്ട് നിങ്ങൾ കൊണ്ടുവരാനാ പറയുന്നത്. ഏത്? ഞാൻ ഇത്ര കഷ്ടപ്പെട്ടു, ഈ മുള്ളിൽ തന്നെ എന്റെ ഉള്ളിലുള്ള, ഞാൻ കുമ്പസാരിച്ച് കുർബാന സ്വീകരിച്ച് ഇങ്ങനെ ഞാൻ വിശുദ്ധീകരിച്ച്, ഞാൻ കുറച്ച് നന്മയെ അല്ലെങ്കിൽ കുറച്ച് എന്തെങ്കിലും ഒരു ഗുണങ്ങളോ അല്ലെങ്കിൽ സംഭവത്തിൽ എന്തെങ്കിലുമൊക്കെ വന്നെങ്കിൽ പറയുക, അത് എനിക്കായിട്ട് ബലി അർപ്പിക്കാൻ ഉള്ളത് കൂടി മുഴുവനായിട്ട് ഇവിടെ കൂടുന്ന അർപ്പിക്കാനായിട്ട്, കത്തിച്ചു കളയാനായിട്ടാണ് പറയുന്നത്. അബ്രാഹത്തിനോട് ഇത് പറഞ്ഞു. എന്ത് പറഞ്ഞു? നീ നിന്റെ ദേശം വിട്ട്, നിന്റെ സമ്പത്ത് വിട്ട്, ആ ഉള്ളതെല്ലാം ഉപേക്ഷിച്ച് കളഞ്ഞിട്ട് നീ ഇറങ്ങി പോരാനായിട്ട് പറഞ്ഞു. ആ ഇറങ്ങി പോരാൻ പറഞ്ഞപ്പോൾ അബ്രാഹാം അത് കേൾക്കാതെ ഇരുന്നെങ്കിലും, അബ്രാഹാം ഇന്ന് നമ്മുടെ സഭയിൽ അല്ലെങ്കിൽ നമ്മുടെ വിശ്വാസികളുടെ പിതാവായി മാറില്ല. ഈ അനുസരണം ചെയ്ത്, അല്ലെങ്കിൽ എന്റെ ജീവിതത്തിലുള്ള ഈ അനുസരണം ഞാൻ ചെയ്യുമ്പോൾ ആരും വിചാരിക്കേണ്ട സന്തോഷം ഉണ്ടാവുന്നു. ഞാനൊരു നല്ല തീരുമാനം എടുത്തതിന് ശേഷം നിങ്ങൾ ഭവനത്തിലേക്കോ തൊഴിൽ എവിടേക്ക് വേണമെങ്കിൽ പോക്കോ, നിങ്ങൾ ഒറ്റപ്പെടുന്നുള്ള യാതൊരു സംശയമില്ല. ഒറ്റപ്പെടും, കുറ്റപ്പെടുത്തും, കളിയാക്കല് വളരെ ക്ലേശകരമായിട്ടാണ്. ക്രിസ്ത്യൻ ജീവിതം അത്ര എളുപ്പമല്ല സ്വർഗത്തെ കണ്ടെത്താൻ അല്ലെങ്കിൽ കർത്താവിലെത്താൻ. ഈ അനുസരണത്തിലേക്ക് ഞാൻ എന്നെ വിട്ടുകൊടുക്കാതെ എനിക്ക് അനുഗ്രഹം കിട്ടിയില്ല എന്ന് പറയുന്നത് യാതൊരു അർത്ഥമില്ല. അനുഗ്രഹത്തിന് തടസ്സം ഞാൻ തന്നെയാണ്. നല്ല ബുദ്ധിമുട്ടാണ് ഈ പ്രശ്നങ്ങൾ. ഇതൊക്കെ ഈ കുഞ്ഞാട്ടിൽ നിന്ന്, അല്ലെങ്കിൽ ഈ നന്മയെ ഞാൻ ഇതിൽ നിന്ന് രക്ഷപ്പെടുത്തിയതിന് ശേഷം, ഇപ്പൊ ഞാൻ എന്റെ ഇതിൽ ഞാൻ ഇതുപോലെ ഈ പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ നടക്കുന്ന സമയത്ത് എന്റെ അപ്പനോട് ചോദിച്ചു, ഈ റോഡി എന്താ കാണിക്കുന്നത്? ഈ പ്രാർത്ഥനയായിട്ട് നമ്മൾ ഇവര് ഭാവി വേണ്ടേ, ഇവ എന്താ കാണിക്കുന്നത്? എന്നോട് ചോദിച്ചിട്ടുണ്ട്. അപ്പൻ ഞാനോടും പറയില്ലല്ലോ, നീ എന്തുള്ള കാണിക്കുന്നത്? ഏകദേശം 10 വർഷത്തോളം ഫുൾ ടൈം തന്നെയായിരുന്നു. നീ എന്താ കാണിക്കുന്നത്? നിന്റെ ഭാവിയെ കുറിച്ച് നിനക്ക് ചിന്തയുണ്ടോ? അപ്പൊ ഞാൻ എന്താ പ്രതീക്ഷിച്ചത്? എന്റെ നന്മയെല്ലാം അല്ലെങ്കിൽ എന്റെ ആഗ്രഹങ്ങളെല്ലാം കർത്താവിന്റെ കാൽപ്പഴത്തിൽ ഇട്ടിട്ട് ഞാൻ അത് ദഹനബലിയായിട്ട് കൊടുത്തിട്ട് എന്നെ അനുഗ്രഹിക്കുമല്ലോ, അതാണ് എന്റെ പ്രതീക്ഷ. പക്ഷെ ചോദ്യങ്ങള്, ആഴ്ചകള്, മാസങ്ങള്, വർഷങ്ങള് പോകുമ്പോൾ നമ്മുടെ കാലിടാണ്. എങ്ങനെ ഇതെല്ലാം ഉപേക്ഷിച്ച്, കാരണം ഓരോ ദിവസം വരുമ്പോഴും അപ്പൊ എന്താ നീ കാണിക്കുന്നത്? നീ ഇങ്ങനെ മാതാവിന്റെ പ്രാർത്ഥനയിലൊക്കെ ആയിട്ട് നടന്നതിന് എന്ത് നേട്ടം? നിന്റെ ഭാവി എവിടെയാണ്? ചോദ്യമാണ്. ഒരേ സമയം ചോദ്യമുണ്ട്, അതേസമയം കർത്താവിനെ ഉപേക്ഷിക്കാൻ പറ്റില്ല. കാരണം എന്താ? എന്നൊരു കാര്യം ചെയ്യാം, നമ്മുടെ തലപ്പേം മാറ്റി വെച്ച് പതുക്കെ നടക്കാന്ന് പറയുമ്പോൾ രാത്രി സംസാരിക്കും, സ്വപ്നത്തിലൂടെ സംസാരിക്കും, ഭയപ്പെടുത്തും, സത്യം വിളിച്ചു പറയും. ഞാൻ ഇല്ല. ഇങ്ങനെ ഈ കർത്താവിന്റെ സ്വരം കേൾക്കണം, ബലിയർപ്പിക്കണം. ഇത് രണ്ടും കൂടി നിങ്ങളെ, ഇത് ഞാൻ പറയാൻ കാരണം നിങ്ങൾ ഇതിൻ്റെ ഉള്ളിലൂടെ കടന്നു പോകുന്നവരാകും. കാരണം കർത്താവ് നിങ്ങളെ തൊട്ടിട്ടുണ്ടെങ്കിൽ, കർത്താവ് നിങ്ങളെ വിളിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇതിലൂടെ പോയേ പറ്റൂ. എന്തിനാണ്? ഒരച്ചു നോക്കും, ഞാൻ കുറവുള്ളവനായി കാണാൻ പാടില്ല. കർത്താവ് ചൂളയിലിട്ട് സ്വർണം
അഗ്നിയിൽ ശുദ്ധി ചെയ്യുന്നത് പോലെ എന്നെ നിങ്ങൾ ശുദ്ധി ചെയ്യും. എന്തിനാണെന്ന് അറിയോ? അനുഗ്രഹം ഒഴിക്കുന്ന സമയത്ത് ഇത് തിളക്കമുള്ള പാത്രം അല്ലെങ്കിൽ അത് പൊട്ടിപ്പോവും. വചനം പറയുന്നതാണ്, പുതിയ തോൽക്കൂടായിട്ടില്ലെങ്കിൽ അത് പൊട്ടിപ്പോവും. അതിലൂടെ ഞാൻ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോ എന്റെ ആഗ്രഹം എന്താണ്? പിന്നെ എന്തായാലും വചന ശുശ്രൂഷ, പ്രാർത്ഥനകള്, ലക്ഷങ്ങളോ ജനങ്ങളുടെ മുമ്പിലുള്ള ആരാധന, ഇതെല്ലാണല്ലോ നമ്മുടെ ശുശ്രൂഷ എന്ന് പറയുന്നത്. ഭർത്താവിന്റെ ശുശ്രൂഷ എന്ന് പറയുന്നത് പെട്ടെന്ന് ലക്ഷങ്ങളുടെ മുമ്പിലുള്ള വചന പ്രഘോഷണം. ഞാൻ അതിലൂടെ കടന്നു പോവുകയാണ്. ഇത് പ്രാർത്ഥന ഒരുക്കുക. അങ്ങനെ പ്രാർത്ഥിച്ച് മുന്നോട്ട് പോകുന്ന സമയത്ത് ഒരു വലിയൊരു വൈദികൻ, എന്റെ പേര് കേട്ട വൈദികൻ, വചന പ്രഘോഷകൻ എന്നോട് പറഞ്ഞു, റോയെ ഇതുകൊണ്ടൊന്നും ജീവിക്കാൻ പറ്റില്ല. എന്നോട് മോട്ടോക്കി പറഞ്ഞത്, ഇതുകൊണ്ടൊന്നും എനിക്ക് ജീവിക്കാൻ പറ്റില്ല. നീ പഠിച്ചു വരെ ജോലി നോക്ക്. ഇത് ഞാൻ ശുശ്രൂഷ ചെയ്യണോ? അതൊന്ന് ഫുൾ ടൈമറാണ്. 5-6 വർഷം മുന്നോട്ട് പോയി. ഇനി കൂടുതൽ എനിക്കൊരു അടി കിട്ടാനില്ല. എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, പറ്റിക്കാണ് പറയുന്നത്, ഇതുകൊണ്ട് ജീവിക്കാൻ സാധിക്കില്ല. അപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. പ്രാർത്ഥനയിലൂടെ കടന്നു പോകുന്നു, വിശ്വാസത്തിലൂടെ വിശ്വാസങ്ങൾ മാറ്റിവരച്ച് കത്തിച്ച് ഇങ്ങനെ അഗ്നിയിൽ ശുദ്ധി ചെയ്ത് കൊണ്ടുപോകുമ്പോൾ നല്ല വേദന ഉണ്ടാവും, ഒരു സംശയം വിചാരിക്കണ്ട. പക്ഷെ നിങ്ങൾ നഷ്ടപ്പെടുത്താതെ, കർത്താവിനെ തള്ളിക്കളയാതെ, നിങ്ങൾ അവസാനം വരെ പിടിച്ചു നിൽക്കുന്നവൻ രക്ഷ പ്രാപിക്കുക തന്നെ ചെയ്യും. അപ്പൊ വിചാരിക്കും സ്വർഗത്തിൽ എത്തിയിട്ടായിരിക്കും. അല്ല, ഭൂമിയിൽ കർത്താവിനെ സാക്ഷ്യപ്പെടുത്താൻ ഇടവരുത്തും. അത് യാതൊരു സംശയം ചെയ്യണ്ട. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിങ്ങളുടെ സമ്പത്ത് വർദ്ധിക്കുന്നില്ലെങ്കിൽ, ഞാൻ പറയപ്പോ പലരും എന്നോട് പറഞ്ഞിട്ടുണ്ട്, ശുശ്രൂഷ പ്രാർത്ഥന എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നല്ല വേദനയിലൂടെ, അനുഗ്രഹത്തിലൂടെ, നന്മേനെ. ബൈബിൾ വചനം ഇങ്ങനെ പറയുന്നത്, നിങ്ങൾ പരീക്ഷിച്ച് സ്വർഗത്തിൽ നിങ്ങൾ പരീക്ഷിച്ച് നോക്കാനാണ് വചനം പറയുന്നത്. നിങ്ങളെ അനുഗ്രഹിക്കുകയില്ലേ എന്ന് നിങ്ങളൊന്ന് പരീക്ഷിച്ച് നോക്ക്. പഴയ നിയമത്തിലൂടെ കടന്നു പോയി കഴിഞ്ഞാൽ അബ്രഹായാലും ജോസഫായാലും ആരായാലും ദാവീദനും ഇതൊന്നും ധർമ്മക്കാരായിരുന്നില്ല. എല്ലാവരും അനുഗ്രഹിക്കപ്പെട്ടവരായിരുന്നു. എല്ലാം തൃശ്ശൂർ ടൗണിൽ നിങ്ങൾക്ക് അറിഞ്ഞൂടെ? തൃശ്ശൂർ ടൗണില് പ്രധാനപ്പെട്ട എല്ലാ സാമ്പത്തിക മേഖലകളും കൈകാര്യം ചെയ്തിരുന്നത് ആയിരുന്നു. ഇപ്പൊ പല ആൾക്കാരെ. എപ്പോഴാണ് മോശയുടെ മുഖം മൂടിയിട്ടൊരു സമയം ഉണ്ടായിരുന്നു, നോക്കാൻ പറ്റാണ്ട് വിട്ടുപോയത് അവൻ അറിഞ്ഞില്ല. അങ്ങനെ എന്റെയും നിങ്ങളുടെയും സംരക്ഷണം എവിടെ വെച്ചാണ് അനുഗ്രഹത്തിന്റെ സമ്പത്ത് വരുന്നതിന്, അല്ലെങ്കിൽ എന്റെ സകലത്തിന്റെ അനുഗ്രഹത്തിന് തടസ്സം എവിടെ വെച്ചാണ് ഉണ്ടായതെന്ന് ഓരോ നിമിഷവും അല്ലെങ്കിൽ ഓരോ ദിവസവും നിങ്ങൾ നോക്കണം, ചിന്തിച്ച്. അല്ലെങ്കിൽ അത് മാനസികമായിട്ട് അപ്പോൾ പലരും എന്നോട് പറഞ്ഞിട്ട്, നിങ്ങൾ ഈ സമ്പത്തിനെ കുറിച്ച് ദശാംശം കൊടുക്കാനായിട്ട് പറഞ്ഞിട്ടുണ്ട്. ദശാംശം കൊടുക്കാൻ കയ്യില് കാശ് പിന്നെ എവിടെ നിന്ന് ദശാംശം കൊടുക്കും? ദശാംശം കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. കയ്യില് കാശില്ലാണ്ട് അവിടെ ദശാംശം കൊടുക്കുക പിച്ച തരേണ്ട അവസ്ഥയാ. ഒരു സ്ഥലത്തും വചനത്തിൽ എഴുതിയിട്ടില്ല വചനം എടുത്തവൻ അവന്റെ ഭക്ഷണത്തിന് വേണ്ടിയിട്ട്, അരിയാഹാരത്തിന് വേണ്ടിയിട്ട്, അവന്റെ ഭാവിക്ക് വേണ്ടി തെണ്ടേണ്ട വരുന്ന ഒരു സ്ഥലത്ത് എഴുതിയിട്ടില്ല. അവ അനുഗ്രഹിച്ച് നിറച്ച് അമർത്തി പൊലിക്കി കൊടുക്കുന്ന പറഞ്ഞത്. അതിൽ യാതൊരു സംശയമില്ല. പക്ഷെ എവിടെയെങ്കിലും ഒരു തെറ്റു പറ്റിയിട്ടുണ്ടെങ്കിൽ എവിടെയോ വെച്ച് എന്നെ ചോദന ചെയ്ത് നോക്കിയപ്പോൾ പൂർണ്ണമുള്ളവനായി കാണരുത്. അപ്പോഴാണ് തടസ്സം. ഞാൻ അതിലൂടെ പോയി. അപ്പോ എന്റെ 2ാം ഘട്ടമായ വചനപ്രഘോഷണം അവിടെ നിന്നു. എങ്ങനെ കൊണ്ടൊന്നും കാര്യമില്ല. അപ്പൻ ചിന്ത പിന്നെയും മാറി. പോയത് തെറ്റിയോ? അപ്പച്ചൻ 10 100 പ്രാവശ്യം പറഞ്ഞു ഈ പണിക്ക് പോകണമാണ്. 90-ല് ഈ യുവാക്കൾക്ക് ധ്യാനങ്ങൾ നടത്താൻ വേണ്ടിയിട്ട് ഇടവക തോറും കയറി ഇറങ്ങി നടക്കുന്ന സമയം ഉണ്ടായിരുന്നു. അപ്പൊ ഞങ്ങളുടെ കൊറോണ പള്ളിയിൽ അപ്പോ വചന പ്രഘോഷണം ഒക്കെ നടത്തണം. അച്ഛന്മാരെ ഈ അച്ഛനൊക്കെ അറിയായിരിക്കും. അങ്ങനെ കുറെ അച്ഛന്മാരെ സംഘടിപ്പിക്കുന്നു പല സ്ഥലത്തും. അങ്ങനെ സ്കൂളിൽ കിട്ടി, ഞങ്ങളുടെ കൊച്ചിയിലെ വലിയ സ്കൂൾ കിട്ടി. അപ്പൊ ഇതിന്റെ ദിവസങ്ങളൊക്കെ അടുത്തു. അപ്പൊ നമ്മൾ വെച്ച് കഴിഞ്ഞാൽ കൊറോണയുടെ കീഴിൽ കുറെ ചെറിയ പള്ളികളുണ്ട്. അപ്പൊ ഉച്ച നേരത്ത് ഞങ്ങളിങ്ങനെ ഓരോ പള്ളിയിൽ കയറി ഇറങ്ങും. അപ്പൊ ഒരു പള്ളി ചെന്നപ്പോ അച്ഛൻ വിചാരിച്ച എന്റെ കൊടുത്ത കാര്യങ്ങൾ യുവാക്കള് പ്രതികരണം അറിയാനുണ്ട്. ഇപ്പൊ എനിക്കിപ്പോ തന്നെ അറിയണം. നമ്മളെ മാനസികമായിട്ട് ഇതിൽ നിന്ന് പിന്തിരിപ്പിക്കാനുള്ള എല്ലാ കാര്യങ്ങളും ചുറ്റും നടക്കും.
അനുസരണം ആരോട്? കർത്താവിനോടുള്ള വാക്ക്. അപ്പോഴും ചിന്തിച്ചു, തെറ്റിയോ? ഈ പരീക്ഷണ കാലഘട്ടങ്ങളിലൂടെ എല്ലാം നിങ്ങളും കടന്നു പോകും. അനുഗ്രഹത്തിന് തടസ്സം എപ്പോഴാ വരണമെന്നറിയോ? ഈ പരീക്ഷണം വരുമ്പോഴേ ആളെ വിട്ടുകളയുന്നു. കാരണം എന്താ? അവസാനം വരെ പിടിച്ചു നിൽക്കുന്നവൻ രക്ഷ പ്രാപിക്കും. അത് യാതൊരു സംശയമില്ല. ഭൂമിയില് അപ്പൊ എന്നെ ഒരു രാത്രി എന്നോട് ഇപ്രകാരം അത് സ്വപ്നത്തിലൂടെ സംസാരിക്കും. എന്നോട് ഇപ്രകാരമാണ് സ്വപ്നത്തിൽ പറയുന്നത്. മനുഷ്യ ഭൂമിയിലെല്ലാം പ്രാർത്ഥിച്ചു ഒരുങ്ങി ഓക്കെ സ്വർഗത്തിലേക്ക് ചെന്നു. നിങ്ങൾ എങ്ങനെ കർത്താവിനെ തിരിച്ചറിയും? എന്നോടുള്ള ചോദ്യം ഇതാണ്. നിങ്ങൾ എങ്ങനെ കർത്താവിനെ തിരിച്ചറിയും? അപ്പൊ നമ്മൾ എങ്ങനെ വരും? എടുത്ത ഒരാള് ഭൂമിയിൽ കണ്ടെത്താത്ത കർത്താവിനെ നിങ്ങൾ സ്വർഗത്തിൽ കണ്ടെത്താമെന്ന് വിചാരിക്കേ വേണ്ട. അപ്പൊ കാരണം എന്താ? ഭൂമിയിൽ ശരീരം, ശബ്ദം, ഭക്ഷണം ഇതെല്ലാം മനുഷ്യനെ പോലെ ജീവിച്ച ഈ കർത്താവ് ഇന്ന് ഭൂമിയിൽ നമ്മുടെ ഇടയിൽ ജീവനോടെയുണ്ട്. ഈ കർത്താവിന്റെ ശബ്ദം ഭൂമിയിൽ വെച്ച് നിങ്ങൾ കേൾക്കാതെ സ്വർഗത്തിൽ പോയിട്ട് നിങ്ങൾ വാ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മൾ എവിടേക്കാ പോവുക? നരകത്തിലേക്ക് പോകും, സ്വർഗത്തിലേക്ക് പോകും. സ്വർഗത്തില് അല്ലെങ്കിൽ നമ്മൾ വിട്ടുപോയ ഒരു സമയത്ത്, ആ സമയത്ത് നമ്മളെ തന്നെ തിരിച്ചറിയണേ. ഒരാൾ വിളിച്ചപ്പോ എന്റെ ഭാര്യ അല്ലെങ്കിൽ മക്കള് ആരെങ്കിലും വിളിച്ചറിയണമെങ്കിൽ ഞാൻ ശബ്ദം തിരിച്ചറിയണ്ടേ? ഈ ശബ്ദം കേൾക്കുന്നത് ഈ ചെവി കൊണ്ടല്ല, ഹൃദയത്തിലെ ശബ്ദമാണ് ഈ ശബ്ദം കേൾക്കുന്നത്, മനസ്സിലാണ്. ഈ ശബ്ദം കേട്ട് എന്റെ പിന്നാലെ വരിക എന്നുള്ള ശബ്ദം നിങ്ങൾ കേട്ട് ഈ ഭൂമിയിൽ നിങ്ങൾ നടക്കുവാനും പ്രവർത്തിക്കാനും തയ്യാറാണെങ്കിൽ നിങ്ങൾക്ക് അനുഗ്രഹം നിശ്ചയമാണ്. കാരണം എന്താ? വഴിതെറ്റില്ല, കുഴില് ചാടില്ല, തകർച്ച ഉണ്ടാവില്ല, ദാരിദ്ര്യം ഉണ്ടാവില്ല. എന്ത് ദാരിദ്ര്യം നിങ്ങൾ അറിയില്ല, വിശപ്പ് നിങ്ങൾ അറിയില്ല, ദാഹിച്ച് നടക്കില്ല. ഈ ശബ്ദം ഈ ഭൂമിയിൽ വെച്ച് നിങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാൽ സ്വർഗത്തിലേക്ക് നിങ്ങൾ ആയിരിക്കുന്ന സ്ഥലത്തേക്ക് പോയാൽ നിങ്ങൾ അവിടെ കേൾക്കും. ഹല്ലേലൂയ. അങ്ങനെ ഞാൻ ഈ വചനപ്രഘോഷത്തിന്റെ കാലഘട്ടത്തിലൂടെ കടന്നുപോയി. അപ്പോ എന്റെ ആഗ്രഹം എന്താണ്? വചനം പറയണം. അപ്പൊ അവിടെ ചെന്ന് നിന്നു. വീണ്ടും വചനം പറയാൻ വേണ്ടിയിട്ട് എവിടേക്ക് എത്തി? ഞാൻ ആന്ധ്രയിലേക്ക് പോയി. പക്ഷെ അവിടേക്ക് പോകുന്നതിന് മുമ്പ് തന്നെ റാണി ചേച്ചി എന്നോട് പറഞ്ഞു 6 മാസം ഇങ്ങനെ കാണിച്ചു. 6 മാസം അത് കഴിഞ്ഞ് ശുശ്രൂഷ കഴിഞ്ഞു. അപ്പോഴേ എനിക്ക് എന്താ കിട്ടുന്നത്? നെഗറ്റീവ്. എന്റെ ആഗ്രഹം എന്താ? എന്റെ ആവശ്യം എന്താ? എല്ലാം പിന്നിലേക്കാണ്. വർഷങ്ങൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ ഞാൻ പ്രതീക്ഷയോടെ കടന്നുപോയ കാലങ്ങൾ ഇങ്ങനെ കടന്നുപോയി. അവസാനം റാണി ചേച്ചി എന്ന് പറയുന്നത് മാതാവിന്റെ ഇന്നും മാതാവ് സംസാരിക്കുന്നു സഹോദരി അർക്കൻജിയോട് എന്നോട് പറയാം, മാതാവ് പറയുന്നത് 6 മാസം കഴിഞ്ഞാല് നിന്റെ ഈ രാജ്യത്തും നീ പോകാൻ പോകുന്ന ആന്ധ്രയിലുള്ള ശുശ്രൂഷ കഴിഞ്ഞ് നീ മറ്റൊരു രാജ്യത്തേക്ക് പോകും, നീ അവിടെ ആയിരിക്കും നിന്റെ ശുശ്രൂഷ. അപ്പൊ ഞാൻ ചേച്ചിയോട് ചേച്ചി പറഞ്ഞത് മനസ്സിലായി. അതായത് ഞാൻ അവിടെ പോയിട്ട് എനിക്ക് വചനം പഠിക്കണം, ഭാഷ പഠിക്കണം, എന്നിട്ട് അവിടെ ശുശ്രൂഷ ചെയ്യണം, വചനഘോഷങ്ങൾ നടത്തണം, അതാഗ്രഹം. ഒന്നുകൂടി ഒന്ന് പ്രാർത്ഥന. വീണ്ടും പറഞ്ഞ മാതാവ് പറയുന്നത് 6 മാസം കഴിഞ്ഞ് നിന്റെ ഈ രാജ്യത്തുള്ള ശുശ്രൂഷ മുഴുവൻ കഴിഞ്ഞു, നീ മറ്റൊരു രാജ്യത്തേക്ക് നീ എന്നെ കൊണ്ടുപോകും. അപ്പൊ ഞാൻ കൊണ്ടുപോകും പറഞ്ഞ് ഞാനിതുപോലെ 6 മാസം കഴിഞ്ഞ് 8-ാം മാസം ഞാനിവിടെ എത്തി. ഞാൻ ഫ്രാൻസിലൊക്കെ ഏതാണ്ട് ഒരു സമയത്ത് വെച്ചില്ല. 8-ാം മാസം എത്തി. കാലങ്ങൾ കടന്നു പോവുകയാണ്. നമ്മൾ പ്രാർത്ഥനയിൽ മുന്നോട്ട് പോവുകയാണ്. ഓരോ കാലത്തും ഇപ്പോൾ നിങ്ങളിപ്പോ കടന്നു പോകുന്ന സമയത്ത് നിങ്ങൾ ആലോചിച്ച് നോക്കിക്കോ. ഇന്നലെ പോലെ കഴിഞ്ഞ ആഴ്ചയിൽ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടാവും. പല പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുമ്പോഴും ഒരു ദിവസം പോലും നിങ്ങൾ കർത്താവിനെ നിങ്ങൾ തള്ളി പറയരുത്. ഹല്ലേലൂയ. വചനത്തില് തള്ളി പറഞ്ഞിട്ടുള്ള അല്ലെങ്കിൽ ഉപേക്ഷിച്ച് ദൂർത്തുപുത്രന്റെ പോയി നമുക്ക് കാണാം. പിതാവിനെ തള്ളി പറഞ്ഞ് ഉപേക്ഷിച്ചു പോയ മകന് നഷ്ടത്തിന്റെ കൂമ്പാരം ഉണ്ടായുള്ളൂ. എപ്പോ അവൻ തിരിച്ചു വന്നു, അവൻ അനുഗ്രഹിച്ച് ആദ്യത്തെക്കാൾ കൂടുതൽ അനുഗ്രഹ ഭണ്ഡാരാക്കി. ഞാൻ ഈ രാജ്യത്ത് വന്നു, ജോലിയിലൂടെ കടന്നു പോകുന്നു, ശുശ്രൂഷ പ്രാർത്ഥനയിലൂടെ എല്ലാം കടന്നു പോകുന്നു. വചനം നിറവേറണം. ഏത്? കർത്താവ് എന്നെ നയിക്കുന്നു. ഞാൻ ഇതിലൂടെ കടന്നുപോയി, ഒരു തൊഴിൽ ലഭിച്ചു. ആ തൊഴിൽ ലഭിച്ച് അതിലൂടെ ആയിരിക്കും എൻ്റെ ജീവിതം, ഇവിടുത്തെ ശുശ്രൂഷ. എന്നാൽ തൊഴിൽ ലഭിച്ച് ആദ്യത്തെ ശമ്പളം കിട്ടിയപ്പോൾ ആ ഉടമസ്ഥൻ എന്നെ പറ്റിച്ചു. എനിക്ക് പറഞ്ഞതിന്റെ പകുതി ശമ്പളം. അപ്പൊ തന്നെ ഞാൻ തീരുമാനിച്ചു,
നാളെ കഴിഞ്ഞ് മറ്റന്നാൾ എന്റെ ക്യാൻസലേഷൻ, ഞാൻ രാജ്യം വിട്ടു പോവാ. പക്ഷെ വചനം എന്താ പറഞ്ഞത്? അനുസരിച്ചാൽ നീ അനുഗ്രഹം പ്രാപിക്കും. അപ്പോ രാത്രിയിൽ പിന്നെ സ്വപ്നം എന്ത്? അനുസരിച്ചാൽ നീ അനുഗ്രഹം പ്രാപിക്കും. പക്ഷെ ചെയ്ത പണി എന്താണ്? ഈ ആള് അന്നത്തെ പോലെ ഇല്ല. നമ്മൾ സൈൻ ചെയ്യുമ്പോൾ ഒരുമൂലത്തെ മറച്ചു വെച്ചു. ഞാൻ ഒപ്പിട്ട് കൊടുത്തു. ശമ്പളം കിട്ടിയപ്പോഴേ 900 രൂപ, 1800 ശമ്പളം പറഞ്ഞ എനിക്ക് 900 രൂപ. ഞാൻ പിറ്റേ തന്നെ തീരുമാനിച്ചു, ഇനി പരിപാടി ഇല്ല, പറ്റിക്കൽ പരിപാടി, തട്ടിപ്പ് മാറും. ഈ രാജ്യത്ത് നിൽക്കില്ല, സ്ഥലം വിടും. കാരണം അവിടെ എന്റെ ശുശ്രൂഷയൊക്കെ ചെയ്തു, ഇതൊന്നുമല്ല. അപ്പൊ എന്നോട് ഒരു മുസ്ലിം സഹോദരൻ വന്നിട്ട് പറഞ്ഞു, നീ ക്യാൻസൽ ചെയ്ത് പോക്കുക, ഇപ്പത്തെ നിയമം അനുസരിച്ച് 1 വർഷം ബാനാ. അപ്പൊ ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ 1 വർഷം കഴിഞ്ഞിട്ട് തിരിച്ചു വരാൻ പറ്റുള്ളൂ. ഞാൻ വീണ്ടും വിളിച്ചു. പിന്നെ മറ്റൊരു സഹോദരനോട് എന്നോട് സംസാരിച്ചു, നീ ഇവിടെ നിന്ന് പഠിക്കുക. എന്നെ ഈ രാജ്യത്തേക്ക് പല കാര്യങ്ങളും പഠിപ്പിക്കാനുള്ള ഒരു സ്ഥാപനത്തിലാണ് എന്നെ കൊണ്ടു നിർത്തിയെന്ന് പിന്നീടാണ് എനിക്ക് മനസ്സിലായത്. ഈ സ്ഥാപനത്തിൽ കർത്താവിന്റെ വചനം നമുക്ക് കേൾക്കണം, കർത്താവ് പറയാൻ അനുസരിക്കണം. അങ്ങനെ അനുസരിച്ച് മുന്നോട്ട് പോയി അവസാനം എന്റെ ഭാര്യ അവള് ഈ രാജ്യത്തേക്ക് കൊണ്ടുവന്നു. ഇത് അപ്പോഴും ഞാൻ ആഗ്രഹിച്ചു, വിസയൊക്കെ അടിച്ച് ഇവിടെ കൊണ്ടുവന്നു. ഇവിടെ വന്ന് ഒരു മാസം കഴിഞ്ഞിട്ടുണ്ടോ ഭാര്യനെ ഞാൻ കയറ്റി വിട്ടു. എന്താ കാരണം? അടുത്ത പ്രതിസന്ധി വന്നു. ഏത് പ്രതിസന്ധിയിലേക്കല്ലാതെ ഈ പറയുന്ന അനുഗ്രഹമൊന്നും കാണുന്നില്ല, അനുസരണത്തിന്റെ ഒരു കുറവ് എത്താൻ പാടില്ല. പക്ഷെ ഈ സമയമായപ്പോഴേക്കും ഏകദേശം 11 വർഷം കഴിഞ്ഞു. ആശ്രമത്തിൽ വെച്ച് എന്നോട് ഒരു പ്രായമായ ഒരു ശുശ്രൂഷകൻ എന്നോട്, അതായത് കൗൺസിലർ എന്നോട് പറഞ്ഞിട്ടായിരുന്നു, നിങ്ങൾ ആദ്യത്തെ ധ്യാനമോ വചനമോ കേട്ടതിന് ശേഷം 10 വർഷം നിങ്ങൾക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുമെങ്കിൽ നീ അനുഗ്രഹിക്കപ്പെടും എന്നൊരു വാക്ക് എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ ചോദിച്ചു, എങ്ങനെ? അത് ബേസിക്കാണ്. 10 വർഷം നീ പിടിച്ചു നിൽക്കുമെങ്കിൽ നീ അനുഗ്രഹിക്കും. പിന്നെ നിനക്ക് തിരിഞ്ഞു നോക്കുന്നതായിട്ടാണ്. അപ്പൊ ഞാനത് അന്ന് തലയിൽ വെച്ചിട്ടുണ്ട്. എന്ത് 10 വർഷം ഞാൻ പിടിച്ചിരുന്നു, 10 കഴിഞ്ഞ് 11 12 പക്ഷെ ഇത് ആള് പറഞ്ഞത് കാര്യമായിട്ടുള്ള കാര്യം, വെറുതെ പറഞ്ഞതല്ല. ഞാന് ഇവിടെ കയറ്റിവിടാൻ കാരണം, വൈഫിനെ കയറ്റിവിടാൻ കാരണം, ഞാൻ അതുപോലെ പണിയെടുക്കണം, എനിക്ക് കിട്ടാനുള്ള എന്റെ വരുമാനം എല്ലാം തടഞ്ഞു നിർത്തിയിട്ട് പറഞ്ഞു, പോയി അതൊന്നും തരാൻ പറ്റൂല, നീ വേണമെങ്കിൽ 2000 രൂപ ശമ്പളത്തിൽ പണിയെടുത്തു. അപ്പൊ വാക്കൊക്കെ പറഞ്ഞിട്ട് പോയി, കോൺട്രാക്ട് ഒക്കെ പോയി. ഞാൻ പറഞ്ഞു വേറൊന്നുമില്ല, ക്യാൻസൽ ചെയ്തു. അപ്പോ വൈഫ് വന്നിട്ടുണ്ട്, 1 മാസമായിട്ടുണ്ട്, അവളുടെ വിസ സ്റ്റാമ്പ് ചെയ്തിട്ടില്ല. അപ്പോ വൈഫ് എന്ത് പണി? വചനം എന്നോട് പറയുന്നത്, യാക്കോബ് മരുഭൂമിയിൽ വിതച്ചു, അവൻ 100 മേനി കൊയ്തു. വചനം തെറ്റില്ല. എങ്കിലും ഇപ്പോ ഈ സഹനം സ്വീകരിക്കാൻ നീ തയ്യാറാണ്. ക്യാൻസൽ ചെയ്യണം, നാട്ടിൽ പോകും, ഒരു മാറ്റവും. എന്നെ ആ ഉടമസ്ഥൻ പറഞ്ഞു, നിനക്കത് ഒരു പ്രാന്തനോ, നീ ഇത് ക്യാൻസൽ. ഞാൻ ആ വ്യക്തിയുടെ പ്രകാരം പറഞ്ഞു, കർത്താവ്, ഞാൻ സുജനോട് പറഞ്ഞിട്ടുണ്ട്, കർത്താവ് ഈ രാജ്യത്ത് വന്നപ്പോൾ എനിക്ക് ഭക്ഷിക്കാനായിട്ട് ഒരു കുറച്ചു കാലം നിങ്ങളെ ഏൽപ്പിച്ച വസ്തു കഴിഞ്ഞു, ഇനി അത് മറ്റൊരു സ്ഥലത്താണ്, ഞാൻ പോവുകയാണ്. കുറെ വഴക്കൊക്കെ പറഞ്ഞു, കുറെ ഇല്ല ക്യാൻസലേഷൻ. അപ്പോ മനസ്സിൽ ദുഃഖമുണ്ട്, ഭയമുണ്ട്, ചിന്തയുണ്ട്. പക്ഷെ എന്റെ കർത്താവിനെ കൈവിടില്ല, എന്റെ കർത്താവിനെ കൈവിടില്ല എന്ന് നല്ല ഉറപ്പാണ്. പക്ഷെ ഈ പറയുന്ന ആ സമയത്ത് ഒന്നുമില്ല, വീടെല്ലാം പണയത്തിലാണ്. വൈഫ് വന്ന് സ്റ്റാമ്പ് ചെയ്തിട്ടില്ല, അതിന് പൈസ വേണം. 40,000 രൂപ അന്ന് കമ്പനി തരാനുണ്ട്, അതെല്ലാം വെള്ളത്തിലാവും പോവാ. ഇങ്ങനെ ഈ പൈസ കിട്ടി കഴിഞ്ഞാൽ കുറെ കാര്യം നടക്കും, വീടിന്റെ ബാധ്യത തീർക്കാം, പലതും ചെയ്യാം. പക്ഷെ ഇതെല്ലാം ഒറ്റയടിക്ക് ഞാൻ നോ എന്ന് പറഞ്ഞാൽ ഇതെല്ലാം വെള്ളത്തിൽ പോകും. ആ രാത്രി കർത്താവിനോട് സംസാരിക്കുന്നതാണ്, അബ്രഹാം, നീ ദേശം വിട്ട്, നിന്റെ സകലതും വിട്ട് നീ ഞാൻ പറയുന്ന ദേശത്തേക്ക് നീ പോവുക, അവിടെ ഞാൻ നിന്നെ അനുഗ്രഹിക്കും. ഒരു ജനതയാണ്. വചനം തെറ്റില്ല, റിസ്ക് ആണ്. ഏത് ഉള്ളത് എല്ലാം ഉപേക്ഷിക്കണം, അതുവരെയുള്ള സകല സമ്പത്തും സംരക്ഷണം, മനുഷ്യൻ കണ്ടെത്തുന്ന സംരക്ഷണം. ഏത് നല്ലൊരു ജോലി, അല്ലെങ്കിൽ സ്വസ്ഥമായിട്ടിരിക്കാവുന്ന, അല്ലെങ്കിൽ വലിയ തലവേദന, മനുഷ്യൻ കണ്ടെത്തുന്ന സംരക്ഷണ വനങ്ങളെല്ലാം പൊട്ടിച്ച് നീ ഞാൻ പറയുന്ന സ്ഥലത്തേക്ക് നടക്കണം. എന്നോട് തീരുമാനം എടുത്തു. എന്നോട് പറയട്ടെ, പിന്നീട് എന്നോട് പലരും ചോദിച്ചിട്ടുണ്ട്,
ഞാനും ഭാര്യയുമായിട്ട് തെറ്റിയിട്ട് ക്യാൻസൽ ചെയ്ത് വിട്ടതാണ്. ഇത് ഞങ്ങൾ തമ്മിൽ പ്രശ്നമായിട്ട് എന്നിട്ട് എന്നോട് ചോദിക്കാനുള്ള മാനസിക ബുദ്ധിമുട്ടുണ്ട്. പിന്നീട് അവൾ തിരിച്ചു വന്ന സമയത്ത് എന്നോട് ചോദിക്കും. ഞങ്ങളൊക്കെ വിചാരിച്ചത് നിങ്ങൾ തമ്മിൽ എന്തോ പ്രശ്നമായിട്ട് ആകെ തല്ലിപ്പിരിഞ്ഞാണ്. പക്ഷെ എന്തുമായിക്കോട്ടെ, ഞാൻ ആ കാലഘട്ടത്തിൽ കടന്നു കഴിഞ്ഞിട്ട് അവള് തിരിച്ചു വിട്ടു. ഇത് വിടുന്ന സമയത്ത് തടസ്സങ്ങൾ വരുന്നത് വചനെടുത്തു. വചനത്തിൽ പറയുന്നത് നീ അനുസരിച്ചാൽ അനുഗ്രഹം പ്രാപിക്കും. ഇത് തന്നെ ക്യാൻസലേഷൻ തീരുമാനിച്ചു. നേരെ കയറ്റി വിടാനായിട്ട് എയർപോർട്ടിൽ ചെന്നു. എയർപോർട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ അവളുണ്ട് അനിമോൻ ചെറുത് 1.5 വയസ്സ്. എയർപോർട്ടിൽ പറഞ്ഞു നിങ്ങൾ തിരിച്ചുപോയി വിസ സ്റ്റാമ്പ് ചെയ്ത് ക്യാൻസൽ ചെയ്ത് രണ്ടാമത് വന്നാലും കയറ്റി വിടുള്ളൂ. പ്രശ്നമായി. അപ്പോ തിരിച്ചു പോന്ന എന്നെയും ഞാൻ ജ്യേഷ്ഠനുണ്ട് രണ്ടാമത് വിളിച്ചു. ആളെ തിരിച്ചു വിളിക്ക് വർത്താനം ചോദിച്ചു വിളിക്കുക. അപ്പൊ എന്റെ ജ്യേഷ്ഠൻ പറഞ്ഞു ദൈവഹിത അല്ല, അത് നീ ചെയ്യുന്നത് തെറ്റാണ്. കുഴപ്പമില്ല. പലരും എന്നോട് പറഞ്ഞു നീ ചെയ്യുന്ന തീരുമാനം തെറ്റാണ്, ദൈവഹിതമല്ല, അതുകൊണ്ടാണ് ഇപ്പൊ നിന്നോട് പറയുന്നത്. നീ മറ്റൊരു ജോലിക്ക് നിന്ന് അവളെ കൂടെ നിർത്തി മുന്നോട്ട് പോകും, അങ്ങനെ ചെയ്യുന്നൊക്കെ പറഞ്ഞു. വൈഫ് എന്നോട് പറഞ്ഞു ഇത് ദൈവഹിത ഇതാണ്. തീരുമാനം അതല്ല. കർത്താവ് പറഞ്ഞിരിക്കുന്ന വചനം മാറില്ല, അതിന് യാതൊരു മാറ്റവും ഇല്ല. കർത്താവ് എന്നോട് സംസാരിച്ചിട്ടുണ്ട്, അനുസരിച്ചാൽ നീ അനുഗ്രഹം പ്രാപിക്കും. ഇതെല്ലാം ഈ വായുവിൽ നിന്നിട്ടുണ്ട്. വായു മുമ്പിലുണ്ട്, എല്ലാം മുമ്പിലുണ്ട്. അവസാനം അവൾ എന്നോട് പറഞ്ഞു ഞാൻ എങ്ങനെയെങ്കിലും പിടിച്ചു നിന്നു. എന്നോട് പറഞ്ഞ കട്ടിലടിക്കുന്നു പറഞ്ഞു. എങ്ങനെയെങ്കിലും പിടിച്ചു നിന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു അവളും കരഞ്ഞിട്ടോട് നിങ്ങൾ കടലിന്റെ പോലത്തെ മനസ്സാണ്. ഞാൻ പറഞ്ഞു എന്റെ കർത്താവ് എന്നെ കൈവിടില്ല, അനുസരിച്ചാൽ അനുഗ്രഹം പ്രാപിക്കുമെന്ന് എന്റെ കർത്താവ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ നേരെ എമിഗ്രേഷനിലെ അവരുടെ അടുത്ത് ഇതാണ് അവസ്ഥ, എന്ത് ചെയ്യാൻ പറ്റും? അയാൾ പറഞ്ഞു എന്റെ റിസ്കില് ഞാൻ ഇവിടെ വെച്ച് നീ ക്യാൻസൽ ചെയ്തു. ഞാൻ ആലോചിക്കാന്നില്ല. എന്റെ കർത്താവ് പറയുന്നു. അവിടെ കർത്താവിനെ നിങ്ങൾ സാക്ഷ്യപ്പെടുത്താനായിട്ട് നിങ്ങൾക്ക് ഓരോ പ്രശ്നങ്ങളിലൂടെ നിങ്ങളെ കൊണ്ടുപോകും. ഓരോ പ്രശ്നങ്ങളിലൂടെ കൊണ്ടുപോയിട്ട് കർത്താവിനെ സാക്ഷ്യപ്പെടുത്താൻ പ്രശ്നങ്ങളിലൂടെ നിങ്ങൾക്ക് കൊണ്ടുപോകും. അത് യാതൊരു സംശയമില്ല. ആ അറബിയനോട് പറഞ്ഞു നിങ്ങൾ എന്താ പറയുന്നു? ആള് പറഞ്ഞു നീ സ്റ്റാമ്പയിലൊക്കെ ഇവിടെ ചെയ്യിപ്പിക്കാം, നിങ്ങൾ അതിനുശേഷം ചെയ്താൽ വേണ്ട, ക്യാൻസൽ ചെയ്തു. അതിനുശേഷം തിരിച്ചു വന്നു. പക്ഷേ ഞങ്ങളോട് പറയാ നിങ്ങളുടെ മുമ്പില് എല്ലാ സാധ്യതകളും യെസ് ആയിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് തീരുമാനം എടുക്കാൻ പറ്റില്ല. നോ നിൽക്കുന്ന സമയത്താണ് കർത്താവിന്റെ കൂടെ നിൽക്കുകയില്ലേ എന്ന് കർത്താവ് മാറ്റൊരിച്ച് നോക്കുന്നു. വചനത്തിൽ എവിടെ ചെന്നാലും പരിശുദ്ധ അമ്മ യെസ് പറഞ്ഞത് കൊണ്ടാണ് നമുക്ക് ഈ കർത്താവിനെ കിട്ടിയത്. ഇന്ന് പലതും കേൾക്കുന്നുണ്ട്, എന്തുമായിക്കോട്ടെ, അതിലേക്കൊന്നും കടന്നു പോകണ്ട. പക്ഷെ ഈ പരിശുദ്ധ അമ്മയോട് ഞാൻ ഒരു രാത്രി ഇരുന്ന് പ്രാർത്ഥിച്ചിട്ടുള്ള കാര്യം പിറ്റത്തെ ദിവസം നടന്നിട്ടുണ്ട്. ആ സമയത്ത് പ്രാർത്ഥന കാര്യം നടക്കാൻ വേണ്ടിയിട്ടല്ല പ്രാർത്ഥിക്കുന്നത്. പരിശുദ്ധ അമ്മേ, മാതാവെ, ജപമാല എടുത്തതിന് ശേഷം ഈ പ്രശ്നങ്ങളിലൂടെയാണ് ഞാൻ കടന്നു പോകുന്നത്. എന്റെ മേൽ ഇടപെടണമേ, ഈ പ്രശ്നത്തിൽ ഇടപെടണമേ. ഈ തൊഴിലിന്റെ പ്രശ്നം എല്ലാം ഈ ആഴ്ച പറയാം. എല്ലാ പ്രശ്നങ്ങളും നിങ്ങൾ പൂർണ്ണമായിട്ട് വിശ്വസിച്ചിട്ട് മാതാവിനെ ജപമാല കൈയെടുത്തിട്ട് ഒരു രാത്രി ഉറങ്ങാതെ ഇരുന്ന് പ്രാർത്ഥിക്കാൻ സാധിക്കുമോ? പിറ്റേ ദിവസം സംഭവിച്ചിരിക്കും. എന്റെ ജീവിതത്തിലുള്ള കാര്യമാണ്. ഈ മാതാവിന്റെ കൂടെ നിന്നുകൊണ്ടാണ് ഞാൻ ഇത്രയും വർഷം. നിങ്ങൾക്കൊരു അനുഗ്രഹത്തിൽ തടസ്സമുണ്ടോ? നിങ്ങൾ മാതാവിനോട് പറഞ്ഞു, മാതാവ് നടത്തി തരും. ഇത് മറ്റൊരാളുടെ സാക്ഷിയോ, ഞാനിപ്പോ എന്തെങ്കിലും കാര്യങ്ങൾ പറയുന്നുണ്ടെങ്കിൽ മറ്റൊരാൾ പഠിപ്പിച്ച കാര്യമോ ഒന്നും ഞാൻ പറയാറില്ല. എന്റെ അനുഭവത്തിലുള്ള കാര്യമാണ് എനിക്ക് പറയാൻ പറ്റുള്ളൂ. കാരണം എന്താ? വചനം പറയുന്നത് സത്യം നിങ്ങൾ അറിയും, സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കും. സ്വതന്ത്രരാക്കുക എന്ന് പറയുന്നത് മനുഷ്യൻ നമ്മൾ പോലും അറിയാത്ത ചില അടിമത്തങ്ങൾ എന്ന് പറയുന്നത് സ്വാതന്ത്ര്യം. അതായത് എന്റെ സ്വാതന്ത്ര്യം എന്താ? സ്വന്തമായിട്ട് ഇവിടെ ഇരിക്കുക എന്നുള്ളത് എൻ്റെ ഒരു സ്വാതന്ത്ര്യമാണ്. എൻ്റെ ആ മനസ്സിന്റെ ദുഃഖങ്ങളും എന്നെ പറ്റി വലിയ മുഴുക്കിച്ച് എന്നെ അസ്വസ്ഥപ്പെടുത്തി ഒരു 5 മിനിറ്റ് ഇരിക്കുമ്പോഴേക്കും മറ്റൊരവസ്ഥയിലേക്ക് പിരിമുറുക്കത്തിൽ കൊണ്ടുപോകുന്ന ആ ദുഷ്ട സ്വാധീനം എന്താണ്?
അതിനെ ഒഴിവാക്കാനായിട്ട് ഞാൻ എന്താ ചെയ്യേണ്ടത് മാത്രം കർത്താവിനോട് ചോദിച്ചാൽ വേറൊന്നുമില്ല, അനുസരിക്കുക. ഒരാഴ്ച, 2 ആഴ്ച, 3 ആഴ്ച ഭർത്താവിന്റെ മദ്യമാണ്, ഭർത്താവിന്റെ വഴിതെറ്റി ചെയ്യുക, മക്കൾ അനുസരിക്കുന്നില്ല, പണിയെടുത്തു. ബൈബിളിൽ എഴുതിയിട്ടുണ്ടല്ലോ, ഓട്ടസഞ്ചി ഓട്ടകീശയായിരുന്നു. അവൻ പണിയെടുത്തത് മുഴുവനും ചോറും പോകുന്ന വഴി അവൻ അറിയുന്നില്ല, എവിടെയാണ് എന്റെ നഷ്ടപ്പെട്ടു പോകുന്നത്. ഇതെല്ലാം കണ്ടെത്താനായിട്ട് കർത്താവിന്റെ മുമ്പിൽ ക്ഷമയോടെ സഹനത്തോടെ കാത്തിരിക്കണം. ഇപ്പൊ ഈ പറയാൻ കാരണം വെച്ച് കഴിഞ്ഞാല് നിങ്ങൾ കടന്നു പോകുന്ന ഓരോ ദിവസത്തെ കാര്യങ്ങളും, ഓരോ നിമിഷമുള്ള കാര്യങ്ങളും കർത്താവ് ഇടപെടും. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പരിശുദ്ധ അമ്മ യെസ് പറഞ്ഞതുകൊണ്ട് മാത്രമാണ് കർത്താവ് എനിക്ക് കിട്ടിയത്, നിങ്ങൾക്കല്ല. എനിക്ക് കർത്താവിന് കിട്ടിയത് പിതാവായ ദൈവം യെസ് പറഞ്ഞത് കൊണ്ടാണ് യേശു ക്രിസ്തുവിന് നമുക്ക് ഭൂമിയിലേക്ക് എനിക്ക് എന്റെ രക്ഷകനായിട്ട് കിട്ടിയത്. പരിശുദ്ധാത്മാവായ ദൈവത്തിന് ഈശോ യെസ്, ഞാൻ നിങ്ങൾക്ക് തരും ഒരു സഹായകനെ, ആ സഹായകൻ വന്നു കഴിഞ്ഞാല് നിങ്ങൾ എങ്ങോട്ട് പോകണം, എന്റെ അടുത്തെത്താനായിട്ട് എന്തെങ്കിലും തടസ്സം ചുറ്റു വരുന്നുണ്ടെങ്കിൽ എങ്ങോട്ട് പോകണമെന്ന് പറയാനുള്ള പരിശുദ്ധാത്മാവ് തരാന്ന് പറഞ്ഞത് കർത്താവാണ്. അത് തന്നിരിക്കും. യെസ് പറഞ്ഞത് കർത്താവാണ്, ഒരു മാറ്റവും ഇല്ല. നിങ്ങൾ നോക്കിക്കോ, വിശുദ്ധോട് ഇപ്പോ നമുക്കറിയാവുന്ന ഇവരെല്ലാവരും കർത്താവിനോട്, ഈശോയോട്, ദൈവത്തോട് ഞാൻ അനുസരിക്കാൻ തയ്യാറാണ്. എനിക്ക് പലപ്പോഴും എൻ്റെ അടുത്ത് വന്ന് ചോദിച്ചിട്ടും, ശുശ്രൂഷയിലല്ലാത്തപ്പോഴും നാട്ടിലായിരിക്കുമ്പോഴും, ഈ അടുത്ത ദിവസം പ്രാർത്ഥിച്ച് മടുത്തു എന്ന് പറഞ്ഞു. പ്രാർത്ഥിക്കുന്നത് എന്തിനാണ്? പ്രാർത്ഥിച്ചു മടുത്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാല് തെറ്റാണ്. കാരണം നിങ്ങളോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞിട്ടില്ല. അപ്പൊ ശരിക്കും ഇടതടവില്ലാതെ പ്രാർത്ഥിക്കുക എന്ന് പറയുന്ന ഒരു സമയമുണ്ട്. കർത്താവുമായിട്ടുള്ള സംഭാഷണമാണ് പ്രാർത്ഥന. ശാന്തമായിട്ട് നിങ്ങൾ കർത്താവിനോട് സംസാരിക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ തോറ്റുപോകും. ഈ കർത്താവ് ഒരു ദിവസം ഒരു അരമണിക്കൂറെങ്കിലും കർത്താവിന്റെ സന്നിധിയിൽ ഇരുന്നിട്ട് അവന്റെ ശബ്ദം കേൾക്കാനായിട്ട് പരിശ്രമിക്കും. ആ അനുസരണം നിങ്ങൾ എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒന്നിനൊരു കുറവുണ്ടാവില്ല. ഒരു കാര്യത്തിനും ഒരാളും നിങ്ങൾക്ക് എതിരെ നിൽക്കുകയില്ല. കാരണം വചനം പറയുന്നത് ആര് നിനക്കെതിരെ നിൽക്കും? കാരണം എന്താ? കർത്താവ് കൂടെ ഉണ്ടെന്ന് എനിക്ക് വിശ്വസിന് ആര് നിനക്ക് എതിരെ നിൽക്കില്ല. മലകൾ എന്തു വന്നുകൊള്ളട്ടെ, കുന്നുകൾ എന്തു വന്നുകൊള്ളട്ടെ, എന്തു വന്നാലും അതെല്ലാം നിന്റെ മുമ്പിൽ തകർന്നു വീഴും. എന്താ കാരണം? വചനം പറയുന്നത് പ്രതികാരം അവന്റേതാണ്. നമ്മൾ ആരോടും ഒന്നും പറയാൻ നിൽക്കണ്ട. പ്രതികാരം അവന്റേതാണ്. അത് സാവധാനമേ വരും. അത് വന്നു കഴിഞ്ഞാല് വചനം പറയുന്നത്, അത് വന്നു കഴിഞ്ഞാല് ഞാൻ അടച്ചത് ആർക്കും തുറക്കാൻ സാധിക്കില്ല, ഞാൻ തുറന്നു കഴിഞ്ഞാൽ അതടയ്ക്കാൻ ആർക്കും സാധിക്കില്ല. ഒരു നിമിഷം നിൽക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഒരു നിമിഷം നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരാം. പ്രവാചകന്മാർ അനുഗ്രഹിക്കപ്പെട്ടത് എങ്ങനെയാണ്? ഏലിയ പ്രവാചകന്റെ കയ്യിൽ നിന്നും ഇരട്ടി ശക്തി എലീശ പ്രവാചകൻ എങ്ങനെ ലഭിച്ചു? എങ്ങനെയാണ് അനുഗ്രഹം താഴേക്ക് പോകുന്നത്? ഞാൻ അനുസരിച്ചപ്പോൾ ഞാൻ ഒരു അനുഗ്രഹത്തിന്റെ ഭണ്ഡാരമായി മാറാനായിട്ട് കർത്താവിന് മുമ്പിൽ കൈകൂപ്പി നിൽക്കാം, കണ്ണുടയ്ക്കുക. കർത്താവേ, ഇന്നത്തെ ദിവസം എന്നെ അനുഗ്രഹിക്കണം. ഇന്നലെ എന്ത് സംഭവിച്ചു അതെനിക്ക് വിഷയമല്ല, അതെന്നെ ബാധിക്കുന്ന ഒരു കാര്യമല്ല. ഈ കഴിഞ്ഞ മണിക്കൂറുകളിൽ എന്നെ എന്ത് വേട്ടയാടി? എന്റെ ഈശോയെ, എന്റെ അനുസരണമില്ലായ്മയാണ് എന്റെ അനുഗ്രഹത്തിനും എന്റെ കുടുംബത്തിന്റെ അനുഗ്രഹത്തിനും തടസ്സമായിട്ടുള്ളത് ഞാൻ വിശ്വസിക്കുന്നു. കർത്താവേ, ഞാൻ മറ്റുള്ളവരെ കുറ്റപ്പെടുത്തി. അവര് ഞാൻ പറയുന്ന അനുസരിക്കുന്നില്ല, ഇവര് ഞാൻ പറയുന്ന അനുസരിക്കില്ല, മക്കളനുസരിക്കുന്നില്ല, നാട്ടുകാരനുസരിക്കുന്നു, തൊഴിലാളി അനുസരിക്കുന്നില്ല. ഞാൻ എന്റെ കർത്താവിനെ അനുസരിക്കുന്നുണ്ടോ?
വചനം പറയുന്നു, അനുസരണമുള്ളവൻ കൊടുക്കുന്ന അനുഗ്രഹം. ആദ്യം അവിടുത്തെ വചനം, നീതി അന്വേഷിക്കുക, അനുസരിക്കുക, ബാക്കിയെല്ലാം കൂട്ടിച്ചേർക്കപ്പെട്ടുകൊള്ളൂ. ഹല്ലേലൂയ. ബാക്കിയെല്ലാം, നിന്റെ ഭാര്യ, നിന്റെ മക്കള്, നിന്റെ സമ്പത്ത്, നിന്റെ ചുറ്റുപാട്, നിനക്കെതിരെ വരുന്ന സകല ശത്രുക്കളും ഇണങ്ങി വസിക്കും. ഹല്ലേലൂയ. ഞാൻ കർത്താവിനോട് അനുസരണമുള്ളവനാണ്. എനിക്ക് തടസ്സം എന്താണ്? ഞാൻ മറ്റുള്ളവരിലേക്ക് നോക്കി ഇവരൊന്നും അനുസരിക്കുന്നില്ല, കേൾക്കുന്നില്ല, കുറ്റപ്പെടുത്തുന്നു, അതെല്ലാം വിടും. പകരം കർത്താവേ, ഇന്നേ ദിവസം ഒരു കാര്യമെങ്കിലും നീ പറയുന്നത് ഞാൻ അനുസരിച്ചിട്ടുണ്ടോ ഒന്ന് ചിന്തിക്കുക. കുമ്പസാരക്കൂട്ടിലേക്ക് പോകുമ്പോൾ പാപം ഏറ്റു പറയുന്നത് ഞാൻ കർത്താവിനോട്, അത് കുമ്പസാരക്കൂട് വരെ എത്തേണ്ട കാര്യമില്ല. ഇവിടെ ഇപ്പോൾ കർത്താവിന് മുമ്പിൽ കൊടുക്കാം. ഒരുപക്ഷെ എതിർത്തുള്ള സംസാരമാകാം, കുറ്റപ്പെടുത്തലാകാം, എന്തുമായിക്കോട്ടെ. കർത്താവെ, നീ മൗനം പാലിക്കാൻ പറയുന്ന സമയത്ത് ഞാൻ വാചാലനായി ചുറ്റുപാടും അശുദ്ധി വളർന്നെങ്കിൽ മാപ്പ് ചോദിക്കാം. കർത്താവെ, നീ എന്നോട് പറഞ്ഞു വചനം വായിക്കാൻ, ഞാൻ അനുസരിച്ചില്ല. കർത്താവെ, നീ എന്നോട് മറ്റുള്ളവരോട് ക്ഷമിക്കാൻ, ഭർത്താവിനോട്, മക്കളോട് ക്ഷമിക്കാൻ പറഞ്ഞു, ഞാൻ കേട്ടില്ല, ഞാൻ ക്ഷമിച്ചില്ല, ഞാൻ അനുസരിച്ചില്ല. അതിന്റെ പ്രതിഫലമായിട്ട് അവരും അനുസരിച്ചില്ല. കാരണം സ്വർഗസ്ഥനായ പ്രാർത്ഥനയില് നീ എന്നോട് എന്ത് കാണിക്കുന്നു, ഞാൻ നിന്നോട് എന്ത് കാണിക്കുന്നു, അതുപോലെ ചെയ്താൽ മതി എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഞാൻ തെറ്റ് ചെയ്തു, മാപ്പ് ചെയ്തു. കർത്താവേ, അനുസരണമുള്ളവനായി അവിടുത്തെ സന്നിധിയിലായിരിക്കുവാൻ, അതിലൂടെ എന്റെ ഭവനവും ഞാനും കുടുംബവും മക്കളുമെല്ലാം അനുഗ്രഹിക്കപ്പെടുവാൻ, എന്നെ കാണുന്നവർ അവിടുത്തെ അനുഗ്രഹത്തിന്റെ സാക്ഷ്യമായി മാറുവാൻ ഇന്നേ ദിവസം എന്നെ കാരണമാക്കണം. ഒരു ചെറിയ കാര്യം മാത്രമേ, കൊച്ചു കാര്യമാണ് അനുസരിക്കുക. മാതാപിതാക്കളെ അനുസരിക്കുക. ഭൂമിയിൽ കാണപ്പെട്ട മാതാപിതാക്കളെ അനുസരിക്കുക. മക്കൾക്കുള്ള കടമയാണ്. അനുഗ്രഹം നിങ്ങളുടെ ഭവനത്തിലും നിന്റെ വിദ്യാഭ്യാസത്തിലും നിന്റെ ഭാവിയിലും ഒന്ന് നിറയും. കർത്താവിന്റെ കരങ്ങളിലേക്ക് കരങ്ങൾ ഉയർത്താം. ഒരു നിമിഷം ഞാൻ ഇന്ന് ചെയ്തു പോയ എല്ലാ തെറ്റുകളെ കുറിച്ച് മാപ്പ് ചോദിക്കാം. കർത്താവെ, എനിക്ക് അനുഗ്രഹത്തിന് തടസ്സമായിട്ട് അതിലൂടെ എന്റെ കുടുംബം, ഞാനായിരിക്കുന്ന സ്ഥലം, ദേശമല്ല അനുഗ്രഹത്തിന് തടസ്സമായിട്ട് ഞാനാണ് നിന്നത്, ഞാൻ മാപ്പ് ചോദിക്കുന്നു. കരം ഉയർത്തി ഒരു നിമിഷം സ്തുതിക്കട്ടെ. വചനപ്രകാരം പഠിപ്പിക്കുന്നത്, ഞാനൊരു പുതിയ ആകാശവും പുതിയ ഭൂമിയും സൃഷ്ടിക്കുന്നു. പൂർവ്വകാര്യങ്ങൾ അനുസ്മരിക്കുകയോ അവ മനസ്സിൽ വരികയോ ഇല്ല. ഞാൻ സൃഷ്ടിക്കുന്നവയിൽ നിങ്ങൾ നിത്യം സന്തോഷിക്കുകയും ആനന്ദിക്കുകയും ചെയ്യുകയും ജെറുസലേമിനെ ഒരു ആനന്ദമായും അവളുടെ ജനത്തെ ആഹ്ലാദമായും ഞാൻ സൃഷ്ടിക്കുന്നു.
ജെറുസലേമിനെ കുറിച്ച് ഞാൻ ആനന്ദിക്കും, എന്റെ ജനത്തിൽ ഞാൻ സന്തോഷിക്കും. വിലാപസ്വരമോ കഠിനവേദന നിലവിളിയോ ഇനി അവിടെ കേൾക്കുകയില്ല. ശിശുക്കളും ആയുസ്സിൽ തികയാതെ വൃദ്ധരോ ഇനി അവിടെ മരിക്കുകയില്ല. 100-ാം വയസ്സിൽ മരിച്ചാൽ അത് ശിശുമരണമായി കണക്കാക്കും. അവർ ഭവനങ്ങൾ പണിത് വാസമുറപ്പിക്കും, മുന്തിരിത്തോട്ടങ്ങൾ വെച്ച് പിടിപ്പിച്ച് അവയുടെ ഫലം ഭക്ഷിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. അവർ പണിയുന്ന ഭവനങ്ങളിൽ അന്യർ വസിക്കുകയില്ല. അവർ നടുന്നതിന്റെ ഫലം അവരൻ ഭുജിക്കുകയില്ല. ഹല്ലേലൂയ. എന്റെ ജനത്തിന്റെ ആയുസ് വൃക്ഷത്തിന്റെ ആയുസ് പോലെ ആയിരിക്കും. എന്റെ തിരഞ്ഞെടുക്കപ്പെട്ടവർ ദീർഘകാലം തങ്ങളുടെ അധ്വാനത്തിന്റെ ഫലം അനുഭവിക്കും. അവരുടെ അധ്വാനം വൃഥ ആവുകയില്ല. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. എന്റെ വിശുദ്ധഗിരിയിൽ ഒരിടത്തും ആ ഉപദ്രവമോ നാശമോ ചെയ്യുകയില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവിനെ അനുഗ്രഹിക്കാനല്ലാതെ കർത്താവിനെ നശിപ്പിക്കാനും ശപിക്കാനും ആവില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. വിശ്വസിക്കുക, ജീവനുള്ള കർത്താവാണ് നമ്മുടെ മധ്യേ വന്നിരിക്കുന്നത്. നമുക്ക് മുട്ടുമടക്കാം. ജീവനുള്ള കർത്താവാണ് നമ്മുടെ മുമ്പിൽ വന്നു നിൽക്കുന്നത്. നമ്മൾ വിശ്വസിക്കുമ്പോൾ ജീവനുള്ള കർത്താവിനെ എപ്പോഴും കാണണം. എവിടെയോ ജീവിച്ച് മരിച്ച് സ്വർഗ്ഗത്തിലേക്ക് പോയൊരു കർത്താവല്ല. മനുഷ്യനായി മനുഷ്യരുടെ ഇടയിൽ ജീവിച്ച് മനുഷ്യരുടെ ഇടയിൽ മരിച്ച് മനുഷ്യരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ് വീണ്ടും അവരുടെ ഇടയിൽ ജീവിച്ച് അവരോടൊപ്പം ഭക്ഷിച്ച് അപ്പത്തിലേക്ക് കടന്നുപോയി അപ്പത്തിൽ അപ്രത്യക്ഷനായ കർത്താവാണ് എന്റെ നിങ്ങളുടെ കർത്താവ്. വിശ്വസിക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. മരിച്ച് ഉയർത്തെഴുന്നേറ്റ് രണ്ടാമതും ഭൂമിയിൽ വന്ന് ശിഷ്യരോടൊത്ത് ജീവിച്ച് വിശുദ്ധ പത്രോസിനോടൊത്ത് ജീവിച്ച് അവരോടൊത്ത് ഭക്ഷിച്ച് സ്വർഗത്തിലേക്ക് പോയി. വെറുതെയല്ല, അവരുടെ മുമ്പിൽ വെച്ച് തന്നെ അപ്പം മുറിച്ചതിന് ശേഷം അവൻ അപ്പത്തിലേക്ക് അപ്രത്യക്ഷനായത് കണ്ട വിശുദ്ധ പത്രോസാണ് നമ്മുടെ ആദ്യത്തെ പാപ്പ. അവരാണ് നമ്മുടെ സാക്ഷി. ഹല്ലേലൂയ, ഹല്ലേലൂയ. വെറുതെ വിശ്വസിക്കേണ്ട. നിങ്ങളുടെ ജീവിതത്തിൽ കർത്താവ് വരുന്നതും നടത്തുന്നതും കണ്ട് വിശ്വസിക്കുവാൻ കർത്താവ് നമ്മുടെ കൂടെയുണ്ട്. ഹല്ലേലൂയ. ആ കർത്താവിന്റെ മുമ്പിൽ നമ്മൾ മുട്ടുമടക്കുമ്പോൾ, കർത്താവിന്റെ മുമ്പിൽ മുട്ടുമടക്കുമ്പോൾ കർത്താവിന്റെ വലിയ കരുണ നമ്മളിലേക്ക് കടന്നു വരികയാണ്. എന്നിലേക്ക്, എന്റെ ഭവനത്തിലേക്ക് ഒരു നിമിഷം കണ്ണ് അടച്ച് നമ്മുടെ മനസ്സിലേക്ക് നമ്മളായിരിക്കുന്ന ഭവനം ആദ്യം കൊണ്ടുവരിക. എന്നെ ഒന്ന് കാണാം. ആദ്യം തന്നെ എന്റെ ജീവിതാവസ്ഥ, എന്റെ രോഗം ഉണ്ടെങ്കിൽ അത്, എന്റെ ദുഃഖം ഉണ്ടെങ്കിൽ അത്, ചിന്തകള്, അതിനുശേഷം എന്റെ മക്കള്, എന്റെ ഭർത്താവ്, അവരെല്ലാം മനസ്സിലേക്ക് കൊണ്ട് അവരത് കാണാൻ. അവരെല്ലാം അനുഗ്രഹിക്കപ്പെടുന്നതിന് ഞാനാണ് തടസ്സം. അവര് അനുഗ്രഹിക്കപ്പെടുന്നതിന്, ഞാൻ സ്നേഹിക്കുന്ന എന്റെ മക്കൾ അനുഗ്രഹിക്കപ്പെടുന്നതിന്, ഞാൻ സ്നേഹിക്കുന്ന എന്റെ ഭർത്താവ് അനുഗ്രഹിക്കപ്പെടുന്നതിന്, ഞാൻ സ്നേഹിക്കുന്ന എന്റെ കുടുംബം അഭിവൃദ്ധി പ്രാപിക്കുന്നതിന് തടസ്സം എന്റെ കർത്താവിന്റെ ശബ്ദം ഞാൻ കേട്ട് അനുസരിച്ചില്ല. മാപ്പ് ചോദിക്കുക. ഞാനായിരിക്കുന്ന ദേശം അനുഗ്രഹിക്കപ്പെടുവാൻ, ഞാനായിരിക്കുന്ന ഭവനവും തൊഴിൽശാലയും തൊഴിലാളികളും എന്റെ മേലധികാരികളും അനുഗ്രഹിക്കപ്പെടുവാൻ തടസ്സം എന്റെ കർത്താവിന്റെ ഞാനുമായിട്ടുള്ള അനുസരണക്കേടാണ്. മാപ്പ് ചോദിക്കും. കർത്താവിന്റെ കരങ്ങളിൽ കൊടുക്കുക. കർത്താവ് കരുണയായിരിക്കണമേ. ഇന്നേ ദിവസം എന്നെ ഓർമ്മത്തോടണമേ. ഞാൻ കടന്നു പോകുന്ന വഴികളിൽ ഒന്ന് പുഞ്ചിരിക്കുവാൻ, എന്റെ ഹൃദയം സന്തോഷിച്ച് അതിൽ നിന്ന് ചുറ്റുപാടും ഞാൻ കടന്നു വരുമ്പോൾ
അവര് സമാധാനം അനുഭവിക്കുവാൻ, അവര് സന്തോഷം അനുഭവിക്കാൻ തക്ക കർത്താവെ അവിടുത്തെ ആത്മാവിനിലേക്ക് അയക്കണമേ. ഒരു നിമിഷം സമർപ്പിച്ച് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. ആരാധന ദിവ്യകാരുണ്യത്തിന് ഒരു നിമിഷം നമ്മളോട് പ്രാർത്ഥന ആവശ്യപ്പെട്ട എല്ലാ മക്കളെയും യാതൊരു സമർപ്പിക്കാം. സന്നിചേർന്ന് സമർപ്പിക്കാം.
നമ്മളോട് പ്രാർത്ഥന ആവശ്യമുള്ള രോഗികളായിട്ടുള്ള മക്കളെ സമർപ്പിക്കാം. തൊഴിലന്വേഷിച്ചു വന്നിട്ടുള്ള മക്കളെ സമർപ്പിക്കാം. മക്കളെ യാത്രയിൽ സമർപ്പിക്കാം. രോഗികളായിട്ടുള്ളവരെ സമർപ്പിക്കാം. തന്റെ ചേട്ടനെ ശാരീരിക പീഡകളെ സമർപ്പിക്കാം. ആത്മാവ് കടന്നു വരട്ടെ. ശുശ്രൂഷയിൽ കടന്നു വരട്ടെ. അത് ശുശ്രൂഷയിലേക്ക് കടന്നു വരുന്നവരെ കർത്താവിന്റെ സംരക്ഷണം എനിക്കും എന്റെ ഭവനത്തിനും ചുറ്റും ജോബിനെ സംരക്ഷിച്ചതുപോലെ, അഗ്നിയാൽ സംരക്ഷിച്ചതുപോലെ, തിരക്തത്താൽ കോട്ട കെട്ടി സംരക്ഷിക്കാൻ ഒരിക്കൽ കൂടി സകലം സമർപ്പിച്ച് കർത്താവിനെ സ്തുതിക്കാം. ഹല്ലേലൂയ. സ്നേഹവും പുത്രനായ യേശുക്രിസ്തുവിന്റെ തിരുക്കുരിശിന്റെ സംരക്ഷണവും പരിശുദ്ധാത്മാദേവത്തിന്റെ സഹവാസവും സമാധാന സന്തോഷവും നാം എല്ലാവരുടെ കൂടെയും നമ്മുടെ ഭവനങ്ങളിലും നമ്മൾ കടന്നു പോകുന്ന വഴികളിലും സ്ഥാപനങ്ങളിലും തൊഴിൽശാലകളിലും നമ്മളുടെ ഭവനങ്ങൾക്ക് ചുറ്റും ഇപ്പോഴും എപ്പോഴും എന്നേക്കും ഉണ്ടാകുമാറാട്ടെ. നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. പിതാവായ ദൈവം നമ്മളെ പഠിപ്പിച്ച പ്രാർത്ഥന നമുക്ക് ഒരുമിച്ച് കാര്യങ്ങൾ വിചാരിച്ച് പ്രാർത്ഥിക്കാൻ പുറത്തുനായ നമുക്ക് വേണ്ടി രാത്രിയും പകലും കഷ്ടപ്പെട്ടു തന്റെ മകനെ ഉദരത്തിൽ ഉത്ഭവിച്ചത് നിമിഷം മുതൽ സഹനങ്ങൾ സഹിച്ച് എന്റെയും നിങ്ങളുടെ രക്ഷയ്ക്ക് വേണ്ടി, ലോകം മുഴുവൻ വേണ്ടിയുള്ള രക്ഷയ്ക്കുള്ള തന്റെ പുത്രനെ പ്രസവിച്ച അന്ന് മുതൽ തന്റെ മകൻ ശരീരം തന്റെ മടിയിൽ കിടന്ന് വേദനിച്ച ആ നിമിഷത്തും ലോകം മുഴുവൻ വേണ്ടി എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച പരിശുദ്ധ അമ്മയെ ഓർത്തുകൊണ്ട്, അമ്മയെ ക്ഷണിച്ചുകൊണ്ട്, എന്റെ ഭവനത്തിലേക്ക് ക്ഷണിച്ചുകൊണ്ട്, യാത്രയിലേക്ക്, എന്റെ തൊഴിൽശാലയിലേക്ക് ക്ഷണിച്ചുകൊണ്ട് എനിക്ക് വേണ്ടി എന്നും പ്രാർത്ഥിക്കുന്ന അമ്മ, നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി. നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി നമ്മളെ ഏൽപ്പിച്ച തിരുക്കുരിശ് നമുക്ക് സ്വീകരിച്ചുകൊണ്ട് ഞങ്ങൾ തമ്പുരാനെ വിശുദ്ധ ആൾക്കാർ ഈശ്വരന്റെ സമാധാനം നമുക്ക് ഇനിയും അനേകം ശുശ്രൂഷകൾ ചെയ്യുന്നതിന് പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്താൽ അനേകം മക്കളെ മാനസാന്തരത്തിലേക്ക് നയിക്കണമെന്ന് പ്രാർത്ഥിക്കാം. അതുവഴി സ്വന്തം ആത്മാവിനെയും മറ്റുള്ളവരുടെ ആത്മാക്കളെ രക്ഷിക്കുവാനുള്ള നിത്യരക്ഷയിലേക്ക് വഴി കൊടുത്തിട്ട് നൽകണമെന്ന് പ്രത്യേകം പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് എല്ലാവർക്കും ഒന്ന് ചേർന്ന് ശ്രദ്ധിച്ച് പ്രാർത്ഥിക്കാം. സമാധാനം It's
അവരുടെ സുഗടുകളെ അനുഗമിച്ചിട